മിസ് ആര്യ, എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1999 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. നമുക്കിനി ഒരു ദിവസം മാത്രമാണ് 2000 ദിവസത്തിലേക്ക് എത്തുവാനുള്ളത്. നാളത്തെ ദിവസം നമ്മൾ 2000 ദിവസം ആഘോഷിക്കുകയാണ്. ആ ചടങ്ങിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നാളെ നടക്കുന്ന പ്രത്യേക പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ അതിഥികളായിട്ട് ഹോമിയോപ്പതി സ്നേഹികളും വിദ്യാർത്ഥികളും ഡോക്ടർമാരും തന്നെയാണുള്ളത്. ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക, അതാണ് ഇന്നത്തെ വിഷയം. നമ്മൾ ഓരോരുത്തരും ദിവസവും അനേകം രോഗികളെ കാണുകയും ചികിത്സിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്കുമുള്ള അനുഭവങ്ങൾ ഇന്ന് പങ്കുവെക്കാം. അതിന് ഓരോരുത്തരും ഹാൻഡ് റൈസ് ചെയ്ത് മുന്നോട്ട് വരണം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ മുന്നോട്ട് വന്ന ഒരു കേസെങ്കിലും പ്രസന്റ് ചെയ്യണം. അതിൽ ആമുഖമായിട്ട് ധനേഷ് ഡോക്ടറിനെ ക്ഷണിക്കുകയാണ്. നന്ദി മറിയ മേഡം. IFBH നമ്മൾ ഇടതടവില്ലാതെ നടത്തി വരുന്ന വെബിനാറിൽ ഏറ്റവും സുപ്രധാനമായ ദിനമാണ് നമ്മൾ കല്യാണ പിറ്റേന്ന് എന്ന് പറയുന്ന പോലെ ഒരു പിറ്റേന്നാണ്. അതെ, കല്യാണ തലേന്ന്. സോറി, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. തലേന്നും കല്യാണ പിറ്റേന്നും നമുക്ക് പരിപാടികളുണ്ട്. അതിലൊരു ഗംഭീര പരിപാടിയാണ് വെടിക്കെട്ടാണ് ഇപ്പൊ കഴിഞ്ഞത്. അതായത് നമ്മുടെ ഹോമിയോപ്പതി വിദ്യാഭ്യാസ മേഖല എങ്ങോട്ട് പോകുന്നു, എങ്ങനെ നമ്മൾ നല്ല ഹോമിയോപ്പതി ഡോക്ടർമാരെ വാർത്തെടുക്കാം എന്ന ഒരു ഗംഭീര ചർച്ചയാണ്. അപ്പം അതിന്റെ സൊല്യൂഷൻ ആണ് നമുക്ക് ഇനി ബാക്കി ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ നാളെ നടക്കുന്ന പരിപാടി മനോജ് ഡോക്ടർ വളരെ ഗംഭീരമായിട്ടാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിലെല്ലാവരും ഇതേപോലെ തന്നെ എത്തണം. നമ്മുടെ കേസ് സ്റ്റഡീസ് നമ്മളെല്ലാം പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള കേസുകളും ഇവിടെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും ഒരു എന്തുകൊണ്ടാണ് നമ്മുടെ ഡോക്ടർമാർ ഫെയിലിയർ ആകുന്നത് എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നിങ്ങളെല്ലാം ഇങ്ങനെ അടച്ചിരിക്കുന്നു, അല്ലെ മുറിയിൽ അടഞ്ഞിരിക്കുന്നു. ധൈര്യപൂർവ്വം സംസാരിക്കൂ, നിങ്ങൾ വിജയികളാവും. ഇതാണ് എനിക്ക് എല്ലാവരോടും ആദ്യമായിട്ട് പറയാനുള്ളത്. ഇത് അനുഭവമാണ്. അനുഭവങ്ങൾ പങ്കുവെക്കുക എന്ന് വെച്ചാൽ എങ്ങനെ ഒരു ബെറ്റർ ഡോക്ടർ ആകാം എന്ന അനുഭവം കൂടി നമ്മൾ പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. ഒരാൾ നല്ല ഒരു ഡോക്ടറാണെന്ന് അറിയപ്പെടണമെങ്കിൽ നമ്മളെ ഒരാൾ ബെസ്റ്റ് ഡോക്ടർ എന്ന് പറയുന്നത് ഈസ് എ ബെസ്റ്റ് ടീച്ചർ എന്നാണ്. അപ്പൊ നല്ലൊരു അധ്യാപകനാകാൻ കഴിവുള്ള ഒരാള് നല്ലൊരു ഡോക്ടറാകും. നല്ല അറിവുണ്ടെങ്കിൽ, അറിവുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഡോക്ടർ ആവില്ല. ഈ അറിവ് എല്ലാവർക്കും പകർന്നു കൊടുക്കുകയും കൂടെ വേണം. അപ്പൊ ആ പകർന്നു കൊടുക്കുന്നതിനുള്ളൊരു മീഡിയമാണ് IFBHന്റെ ഈ വേദിയിൽ നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കാൻ തുടങ്ങണം. അപ്പൊ നിങ്ങളുടെ ഈ ഉള്ളിലുള്ള ഞാൻ സംസാരിച്ചാൽ ശരിയാവില്ല എന്നുള്ള തോന്നൽ ആദ്യം മാറ്റണം. ഫേസ് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. അത് നിങ്ങളെ വിജയങ്ങളിൽ എത്തിക്കും. കാരണം നിങ്ങളുടെ ഫേസ് ടു ഫേസ്, പല ആൾക്കാർക്കും ഇപ്പോഴും ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കാൻ തന്നെ പലപ്പോഴും പേടിയാണ്. പേഷ്യൻസിനോടൊക്കെ നമ്മൾ പെരുമാറുമ്പോൾ അവരുടെ ഒബ്സർവേഷൻസ്, കാര്യങ്ങൾ എന്താണ് നമ്മുടെ മുന്നിൽ നടക്കുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യണം. അത് ഒബ്സർവ് ചെയ്ത് മാത്രമേ നമുക്ക് വേഗത്തിൽ കേസ് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണമായിട്ട് രോഗി ഒന്ന് പറയാണ്, ഡോക്ടറെ എനിക്ക് ഇവിടെ ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പൊ നമ്മൾ ഈ ചൊറിച്ചിലെന്ന് പറയുമ്പോൾ, ഇവിടെ ചൊറിച്ചിലെന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് നോക്കുന്നത്? ഓ, എവിടെയാണ് റൈറ്റ് അയാൾ ചൊറിയുന്നത്? ഈ ചൊറിയുന്നത് അയാളുടെ വലതുവശമാണ്, മുഖത്തിന്റെ അപ്പം ഇച്ചിങ് ഓൺ ദ റൈറ്റ് സൈഡ് എന്ന് നമ്മുടെ മനസ്സിൽ അപ്പൊ തന്നെ വരണം. അല്ലാതെ ചൊറിച്ചിൽ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പൊ ഒരാള് കൈ പൊക്കിയിട്ട് ഡോക്ടർ എനിക്ക് ഈ കൈ പൊക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ഡിഫിക്കൾട്ട് ടു റൈസ് ദ റൈറ്റ് ഹാൻഡ്. ആ റൈറ്റ് എന്നുള്ളതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ നല്ലൊരു ഒബ്സർവർ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് സക്സസ് ആകാൻ പറ്റൂ. ഓരോ കേസിൽ നമ്മുടെ ക്ലിനിക്കിലോട്ട് ഓരോ രോഗികളും വന്ന് കയറുമ്പോൾ തന്നെ ആ കയറുന്ന എക്സ്പ്രഷൻ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. നമ്മൾ പലപ്പോഴും ഈ വേദിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ഇപ്പൊ നമ്മളൊരു അൾസർ കേസ് വരുവാണ്. ഒരു പ്രായമുള്ള ഒരാളാണ്, ഒരു 40-45 വയസ്സുണ്ട്. ഇയാളിങ്ങനെ വന്ന് കയറുമ്പോൾ തന്നെ
പരിസരമൊക്കെ നോക്കിയിട്ട് പറയുകയാണ്, ഡോക്ടറെ 10-25 വർഷമായി ഡോക്ടറെ. അപ്പൊ ഞാൻ എത്ര 10-25 വർഷം, എനിക്ക് വയറ്റിലാണ് പ്രശ്നം, ഇവിടെയാണ് പ്രശ്നം. അപ്പൊ വയറ്റിലാണ് പ്രശ്നം, അപ്പൊ എന്താണ് പ്രശ്നം? ഡോക്ടറെ എനിക്ക് അൾസറാണ്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ അൾസർ എന്ന് പറയുമ്പോൾ ഉടനെ സർജറി തുടങ്ങും. ഇയാള് 4 പ്രാവശ്യം സർജറി ചെയ്തു. അതെ 4 പ്രാവശ്യം സർജറി ചെയ്തു. പിന്നീടും 5-ാമത്തെ വട്ടവും സർജറിക്ക് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ മെഡിക്കൽ കോളേജിലാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ തനിച്ചാണ്, പിന്നെ ചേട്ടന്റെ കൂടെയാണ് താമസം. അപ്പൊ ചേട്ടന്റെ വീട്ടിലെ ചേട്ടൻ, ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, ചേട്ടന്റെ കൂടി താമസമാകുമ്പോഴത്തേക്ക് ആ ചേട്ടത്തി വീട്ടിൽ നിന്നായിരിക്കും വല്ല ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒത്തിരി പ്രശ്നങ്ങൾ ഇയാൾക്കുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കാത്തത്? അത് ഡോക്ടറെ, ഈ ഇന്നും മരുന്നുമായിട്ട് നടക്കുന്നത് ഞാൻ എങ്ങനെയാ? ഞാൻ ജോലി ചെയ്ത് പൈസ ആകുമ്പോഴത്തേക്ക് ഉടനെ മരുന്ന് അതിന് പണം, മരുന്നിനുള്ള പണം തന്നെ ഉള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ സർജറി കഴിഞ്ഞാൽ പിന്നെ കുറെ നാൾ റെസ്റ്റ് എടുക്കണം. വീണ്ടും ഞാൻ പണിയാൻ തുടങ്ങി, കുറെ കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റ് ആണ്. അപ്പം ഈ 4 പ്രാവശ്യം വരെ സർജറി ചെയ്തു. അപ്പൊ അന്നത്തെ കാലത്ത് ഈ ഒത്തിരി അന്ന് ഈ ഗ്യാസ്ട്രോഎൻഡോസ്കോപ്പി ഒന്നും അത്രയും കാര്യമായിട്ട് നമ്മുടെ നാട്ടിലൊന്നും ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും. ഫിസിഷ്യൻ നോക്കി കുറച്ച് കഴിഞ്ഞാൽ ഉടനെ സർജറിയിലോട്ട് വിടും, സർജൻ അത് സർജറി ചെയ്യും. അത് ആ രീതിയിലായിരുന്നു. അപ്പൊ നമ്മൾ ഈ കേസൊക്കെ എടുത്തു വന്നപ്പോൾ തന്നെ ഈ പുള്ളിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരും. പക്ഷെ ആളിതെല്ലാം വീട്ടിലാകുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അന്നത്തെ ഓവർ മെഡിക്കേഷൻ, ഒത്തിരി മരുന്നുകൾ കഴിച്ചു എന്നുള്ളതുകൊണ്ട് നമ്മൾ അന്നൊരു പ്രാക്ടീസിൽ ബിഗിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ കൊടുത്തത് നക്സോമിക്കാണ്. അന്ന് ഞാൻ കഴിയുന്ന പട്ടാളം ചിട്ട പോലെ തന്നെ സിംഗിൾ മെഡിസിൻ പോകണം എന്നുള്ള രീതിയിൽ, കാരണം നമുക്ക് ഹോമിയോപ്പതി പഠിക്കണമെങ്കിൽ ആദ്യം കുറച്ച് അങ്ങനെ വേണമല്ലോ. അപ്പൊ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അത് തന്നെ കൊടുത്ത് ഇയാൾ ഓരോ തവണ വരുമ്പോഴും കുറയുന്നുണ്ട്. പക്ഷേ പിന്നീടാണ് ഇയാളുടെ മൈൻഡ് എനിക്ക് മനസ്സിലായത്. കാരണം ഇയാൾക്ക് വിചാരങ്ങളും ഉണ്ടെങ്കിൽ ഇതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാം സപ്രസ് ചെയ്തതിന് ശേഷമാണ് ഇയാൾക്ക് ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇയാൾക്ക് നക്സോമിക്ക പറ്റിയിട്ട് അവിടെ സ്റ്റാഫിസാഗ്രിയ കൊടുത്തു. ഇതിന് ശേഷം പിന്നീട് ഇയാൾക്ക് വയറുവേദന ഉണ്ടായിട്ടില്ല. അപ്പൊ ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ്, അപ്പൊ ഞാനന്ന് 25 വയസ്സ് പോലും ആകാത്ത പയ്യനാ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചേട്ടാ, നമുക്ക് ഇനി ഒരു കല്യാണമൊക്കെ കഴിക്കണം. അയ്യോ ഡോക്ടറെ, ഈ 6 പല്ലുള്ള ഞാൻ എങ്ങനെ പെണ്ണ് കെട്ടാനാ? ഞാൻ പറഞ്ഞു അതിനെന്താ പ്രശ്നം, നമുക്ക് പല്ല് ബാക്കിയുള്ളവരെ എടുത്തിട്ട് ഡേഞ്ചർ വെക്കാം, പല്ല് വെക്കാം. അങ്ങനെ പുള്ളി അതനുസരിച്ച് ഡെന്റിസ്റ്റിനെ പോയി കണ്ട് പല്ലെടുത്തു, ബാക്കി പല്ല് വെച്ചു. അത് കഴിഞ്ഞ് പുള്ളി കല്യാണത്തിന് വേണ്ടി വിളിച്ചു. ഞാനായിരുന്നു VIP. അന്ന് പയ്യനാണ്. പക്ഷെ ചെന്നപ്പോഴൊക്കെ വലിയ സ്വീകരണമാണ്. കാരണം എന്റെ രോഗം മാറ്റിയ ഡോക്ടറാണ്. ഏകദേശം 1 വർഷത്തോളം ഞാൻ PLU ആയിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് പുള്ളിയുടെ മരുന്നെല്ലാം നിർത്തി കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പിന്നെ വർഷത്തിൽ 1 പ്രാവശ്യമൊക്കെ വരും. അന്ന് പക്ഷേ ഒരിക്കലും ഈ വയറ്റിലെ ബുദ്ധിമുട്ട് ഇതല്ല അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് കൃമിയുടെ അസുഖം ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് ഞാൻ 1 ഡോസ് സൾഫർ കൊടുക്കും, പിന്നെ ട്യൂക്രിയം 30 കൊടുക്കുമായിരുന്നു. ഇത് കഴിഞ്ഞ് മാറിപ്പോയി. അല്ലാതെ പിന്നീട് പുള്ളി വരുന്നത്, പുള്ളിക്ക് 2 മക്കളായി. ഈ പിള്ളേരെ കൊണ്ട് വരുമായിരുന്നു. ഏകദേശം ഒരു 25 വർഷത്തോളം കൂടി പുള്ളി ഒരു രോഗവും ഇല്ലാതെ ജീവിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം പുള്ളിക്ക് വീട്ടിലെ ചില പ്രശ്നങ്ങളൊക്കെ കൊണ്ട് പുള്ളി പെട്ടെന്ന് മരിച്ചു പോകുമായിരുന്നു. അപ്പൊ ഇത്രയാണ് ഈ ഒരു കേസിൽ എനിക്ക് പറയാനുള്ളത്. അമ്പാടി അമ്മ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഒരു കേസാണ് ഇന്ന് എല്ലാവർക്കും വേണ്ടി തരുന്നത്. ഇതില് ഞാൻ അന്ന് ഏകദേശം 1 മണിക്കൂറോളം ഇരുന്ന് ഇദ്ദേഹത്തെ പഠിക്കുകയും ഇദ്ദേഹത്തോട് സംസാരിക്കുകയും ഇയാളുടെ വീട്ടുകാര്യങ്ങൾ മനസ്സിലാക്കുകയും. പക്ഷെ അന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്നിപ്പോ ഈ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഈ ഐഡിയ ഒക്കെ മനസ്സിൽ വന്നതാണ്. ഒറ്റയ്ക്ക് ഞാൻ ഒന്നുണ്ട് ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ എന്തായിരിക്കും ഇങ്ങനെ വരാൻ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ വിചാരങ്ങളും ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന ഒരാൾ. അപ്പൊ അവന്റെ സപ്രഷൻ എന്നുള്ള, പക്ഷെ അന്ന് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഇങ്ങനെ ഒരു ടെർമിനോളജിയോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് സപ്രഷൻ എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതെന്നോ ഒന്നും മനസ്സിലാവില്ലായിരുന്നു. അപ്പൊ ഇന്നിവിടെ ഈ വെബിനാറൊക്കെ കേട്ട് എല്ലാവർക്കും ഒറ്റയടിക്ക് കാര്യം മനസ്സിലാവും. അതാണ് ഈ വെബിനാറുകൾ അറ്റൻഡ് ചെയ്താൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു നേട്ടം. അത് പരമാവധി എല്ലാവരും ഉപയോഗിക്കണം എന്ന് മാത്രമല്ല, ഈ വെബിനാറുകൾ ഇങ്ങനെ തുടരുകയാണെങ്കിൽ നമുക്ക് ദൈനംദിന കാര്യങ്ങളിൽ എന്നും ഇടപെടാൻ പറ്റും. അപ്പൊ ഈ വെബിനാറൊക്കെ ഇങ്ങനെ നടത്തണമെങ്കിൽ അല്പം ചക്രത്തിന് ചെലവുണ്ട്. അതിനുവേണ്ടി എല്ലാവരും ഒരു നിശ്ചിത തുക
നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നത് എല്ലാ മാസവും അടയ്ക്കുക. അതൊരു വലിയ ഹെവി ബർഡനായിട്ട് വിചാരിക്കരുത്. കാരണം നമ്മളിപ്പോൾ പല കോൺഫറൻസിന്റെയും ഈ ഇത് കാണുമ്പോൾ അതിനകത്ത് 2000, 3000 ഒക്കെയാണ് ഫീസ് കാണിക്കുന്നത്. ഇന്നലെ തന്നെ ഒരു എണ്ണത്തിന്റെ പരസ്യം വന്ന് ഒരു കോഴ്സ് നടത്തുന്നു, അതിന് 4000 രൂപ ഒരു സിറ്റിങ്ങിന് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ കൊടുത്തു പോയ ഒത്തിരി ആൾക്കാരെ നമുക്കറിയാം. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നും ചെലവില്ലാതെ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഇത് പരമാവധി ഉപയോഗിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. നന്ദി. നന്ദി ധനേഷ് ഡോക്ടറെ. വളരെ നല്ലൊരു കേസ് നമുക്ക് പ്രസന്റ് ചെയ്തു തന്നു. ഇനി നമുക്ക് രമാദേവി അമ്പാടി മാഡത്തിലേക്ക് പോകാം. മാഡം സംസാരിക്കാം. അൺമ്യൂട്ട് ചെയ്താൽ മതി. ഹോസ്റ്റ് ആണല്ലോ മാഡം. ആ കേക്കാമോ? എനിക്ക് ഓക്കെ. ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല, ഞാൻ വേറെ ജോലിയിൽ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് വീഡിയോ ഓൺ ചെയ്യാത്തത്. ഞാൻ എൻ്റെ ഈ കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ വരാൻ വേണ്ടി ഞാനൊരു കേസ് പറയാം. അതായത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം ആ കുട്ടിക്ക് 18 വയസ്സായിട്ടുണ്ടാവും. ആ 18 വർഷത്തിന് മുമ്പാണ് ഞാൻ ഒരു 40 എൻ്റെ അടുത്ത് പറഞ്ഞത് 47 ഇയേഴ്സ് എന്നാണ് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത്. ഇവർക്ക് ലേഡിക്ക് ഹസ്ബൻഡിന് 52 ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഹസ്ബൻഡ് ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ ആണ്, പുള്ളിക്കാരത്തി ജോലി ചെയ്യണില്ല. അത് ഇവരുടെ കേസ് ഞാൻ എടുത്ത് അവർക്ക് ഞാൻ മെഡിസിൻ കൊടുത്തു. ഇത്രയും ഏജ്ഡ് ആയതുകൊണ്ട് അവർക്ക് ഞാൻ കൊടുത്തത് കൊണിയം 10 2 ഡോസ്, പിന്നെ അശ്വഗന്ധ ടിഞ്ചറും നാട്രം കാർബ് കൊടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ അവരെപ്പോഴും എപ്പോഴും ഈ അവരുടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ സെമൻ ഉള്ളിലിരിക്കില്ല, അപ്പം തന്നെ വെളിയിൽ പോകുമെന്ന് പറയും. അതിന് നാട്രം കാർബാണ് ഏറ്റവും നല്ല മെഡിസിൻ. അപ്പോൾ അങ്ങനെ നാട്രം കാർബാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇത് ഇവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനിത് പറയാൻ കാര്യം കുട്ടികൾക്ക് ഒരു കാര്യം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവർ എൻ്റെ നിന്ന് മെഡിസിൻ വാങ്ങിച്ചിട്ട് അത് കഴിഞ്ഞ് അവർക്ക് മെൻസസ് ആയി 5th ഡേയിൽ 6th ഡേ അവരുടെ അമ്മ മരിച്ചുപോയി. അമ്മ കോഴിക്കാടാണ്, ഇവർ താമസിക്കുന്നത് വൈപ്പിനിലാണ്. അമ്മ മരിച്ചു. ഇപ്പോൾ ഇവർ 5-ാം തീയതി വെളുപ്പിന് ഇവിടുന്ന് കാറിൽ കോഴിക്കോട്ടിൽ പോയി. അത് അന്ന് രാത്രിയിൽ ഇവർ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നില്ല, അവർ തമ്മിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നേരം വിളിച്ചപ്പോഴാണ് ഇവർ കാലിക്കറ്റിലേക്ക് പോയേക്കണത്. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അമ്മ മരിച്ചിട്ടുണ്ട്. പിന്നെ 41 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ ഇവർ പറഞ്ഞു മെൻസസ് ആയിട്ടില്ലെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവാണ്. ഇത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരോടും പറയുന്നത് ഓവുലേഷൻ ടൈം 14-ാമത്തെ ദിവസമാണ്. അപ്പോൾ ആ 14-ാമത്തെ ദിവസം നിങ്ങൾ ബന്ധപ്പെടുന്നതായിരിക്കും എല്ലാവരും പറയുന്നത്. പക്ഷേ ഫ്രീക്വൻസി ഓഫ് കോയിഷൻ ഈ ഇൻഫെർട്ടിലിറ്റിയുടെ വലിയ കാര്യമാണ്. പിന്നെ രണ്ടാമത് ഈ ഓവുലേഷൻ കറക്റ്റായിട്ട് 7-ാം ദിവസം അല്ല 12-ാം ദിവസമോ 13-ാം ദിവസമോ 14 ദിവസം എന്ന് വരണമെന്നില്ല. കാരണം 2 ഓവറിയിലും ഫോളിക്കിള് വലുതാവും. അതേസമയത്ത് ഒരു ഓവറിക്ക് കൂടുതൽ ബ്ലഡ് സപ്ലൈ കിട്ടിയിട്ട് അത് മെച്ചുറാവും, റപ്ചർ ആവുകയും ചെയ്യും. പക്ഷെ മറ്റേ ഫോളിക്കിൾ ഒരു 7 mm അല്ലെങ്കിൽ 8 mm ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അത് പിന്നെ ഈ മെൻസുറേഷൻ അത് ഫെർട്ടൈൽ ആയില്ല. അപ്പോൾ ഒരു രണ്ടാമത് മെൻസസ് വരും. മെൻസസ് വന്നു കഴിഞ്ഞാൽ ഈ 8 നിൽക്കുന്ന ഈ ഓവറിയിൽ അത് പെട്ടെന്ന് വളരാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അതിന് പെട്ടെന്ന് വളർന്ന് അത് റപ്ചർ ആവാൻ വലിയ 2-3 ദിവസത്തിന്റെ ഉള്ളിൽ ചിലപ്പോൾ റപ്ചർ ആവും. ഈ ലേഡിക്ക് അതാണ് സംഭവിച്ചത്. 5th ഡേ അവരുടെ അതായത് എപ്പോഴും ഒരു ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ സെമൻ ആ വെജൈനയിൽ ഒരു 4-5 ദിവസം വരെയും അലൈവ് ആയിരിക്കും. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ 24 hours ഓവം ലൈവ് ആവുള്ളൂ. അപ്പോൾ ഈ 5 ദിവസത്തിനുള്ളിൽ, അതായത് 5-ാമത്തെ ദിവസമാണ് ഇവർ ബന്ധപ്പെട്ടേക്കണത്, ആ സെമൻ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഒരു 9th അല്ലെങ്കിൽ 10th ഡേയിൽ ഓവുലേഷൻ നടന്നിട്ടും ഉണ്ടാവും. അപ്പോൾ കുട്ടിക്ക് പ്രഗ്നൻസി കിട്ടി. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ അവരോട് പറയേണ്ടത്
ബ്ലീഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും, അതായത് 3 to 5 times എങ്കിലും പെർ വീക്ക് നിങ്ങൾ ബന്ധപ്പെടാൻ പറയണം. മനസ്സിലായോ? അതാണ് ഞാൻ എല്ലാവരും ഞാൻ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മിനിയാന്നാൾ എൻ്റെ അടുത്ത് ഒരു വന്ന കേസ് പറഞ്ഞു, അതിന് ഒളിയോസ്പേമിയാണ്. അപ്പൊ അയാൾ പറയാ, ഞാൻ ചോദിച്ചു നിങ്ങളുടെ ബന്ധപ്പെടുന്ന ഇതെല്ലാം ചോദിച്ചപ്പോൾ ഞങ്ങൾ 14-ാം ദിവസം മാത്രമേ ബന്ധപ്പെടുള്ളൂ എന്ന്. ഞാൻ ചോദിച്ചു അതെന്തിനാന്ന് വെച്ചാൽ അപ്പൊ കുറെ ഈ സെമൻ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണെന്ന്. ഇങ്ങനെ ഒളിയോസ്പേമി ആയതുകൊണ്ട് അങ്ങനെ. ഞാൻ പറഞ്ഞു ഇത് നമ്മൾ സാധകം ചെയ്യണ പോലെയാണ്. ഇത് നമ്മൾ ഇത് അന്നത്തെ ദിവസം തന്നെ അത് ചെയ്യണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കും, അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കണ പോലെയാണ്, നിങ്ങൾ ബന്ധപ്പെടുക. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിന്റെ ഇഷ്ടംപോലെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇത് ആശ്വസിപ്പിക്കാറുണ്ട്. ഇവർക്ക് ഈ എൻ്റെ അടുത്ത് പറഞ്ഞത് 47 years എന്നാണ്. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് ഇവർക്ക് ഒരു കുട്ടി, ഒരു പ്രഗ്നൻസി പിന്നെയും അല്ല മെൻസസ് വന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്നെ ഓടി എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് ഇത് നോക്കാൻ പറഞ്ഞു. പ്രഗ്നൻസി കാർഡ് എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവര് ചോദിക്കുകയാണ്, അയ്യോ ഈ ഡോക്ടറെ ഈ 52-ാമത്തെ വയസ്സിലോന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അപ്പൊ കുട്ടിക്ക് ഇപ്പൊ 2 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അപ്പൊ 47 വയസ്സുള്ള അപ്പൊ പറയാണ് ഡോക്ടറോട് 48-49 വയസ്സുള്ള ഞാൻ കുട്ടി ഉണ്ടാവണമെന്ന് പറയണ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു 5 കൊല്ലം കുറച്ച് പറഞ്ഞതാണെന്ന്. മനസ്സിലായോ? അപ്പോ എന്നിട്ടും ആ അത്രയും ഏജ് ഉണ്ടായിട്ട് പോലും അവർക്ക് ആ പ്രഗ്നൻസി കിട്ടി. അതുകൊണ്ട് നമ്മൾ ഇൻഫെർട്ടിലിറ്റി കേസ് വരുമ്പോൾ അവരോട് ആ ഡേയ്സ് ഒന്നും നോക്കാൻ പറയരുത്. നിങ്ങൾക്ക് ബ്ലീഡിങ് ഇല്ലാത്തപ്പോൾ നിങ്ങൾ ആൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും നിങ്ങൾ ബന്ധപ്പെടാൻ പറയണം. ഇതെൻ്റെ ഒരു എപ്പോഴും ഞാൻ ആലോചിക്കാറുള്ള ഒരു കേസാണ്. അത് എല്ലാവരുടെയും അറിവിന് വേണ്ടി പറഞ്ഞു തരികയാണ്. നമ്മൾ 14-ാം ദിവസം 13-ാം ദിവസം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ചിലപ്പോൾ ഓവം ഇതായിട്ടുണ്ടാവില്ല. ഓവം 8-ാമത്തെ ദിവസം അല്ലെങ്കിൽ 9-ാമത്തെ ദിവസം റപ്ചർ ആയിട്ടുണ്ടെങ്കിൽ ഓവം ഒരു ദിവസമേ നിൽക്കുള്ളൂ, ലൈവ് ആവുള്ളൂ. അപ്പൊ ഓവം ഡെഡ് ആയിട്ടുണ്ടാവും, അവിടെ ഫെർട്ടിലിറ്റി നടക്കില്ല. ഓക്കെ, നന്ദി മാഡം. വളരെ നല്ലൊരു ഉപദേശമാണ് എല്ലാവർക്കും തന്നത്. ഇനി നമുക്ക് അടുത്തത് മനോജ് ഡോക്ടർ. ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് പറയാനും ഓർമ്മിക്കാനുള്ള സത്യം. എന്നിരുന്നാൽ കൂടി ഇപ്പൊ നമുക്ക് ഈ അലർജി കേസുകൾ വളരെ വ്യാപകമായിട്ടുണ്ട്. ഒരുപാട് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വളരെ അതിൽ ഈ കുട്ടികളിലെ അലർജി പലപ്പോഴും ഒരു ആസ്മയുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഉണ്ടാകാം കുടുംബത്തില്. അപ്പം മാതാപിതാക്കൾക്കോ, അപ്പൊ ആ കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛനും മമ്മിയും അമ്മയും അല്ലല്ലോ. ഇപ്പൊ ആൾക്കാരെ വേറെ കുടുംബം എന്ന് പറയുമ്പം ഞാനും എൻ്റെ അമ്മയും മാത്രമാണ് കുടുംബം എന്നാണ് പൊതുവെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ധാരണ. അപ്പൊ അതല്ല ഈ പറഞ്ഞ പോലെ അമ്മാവന്മാര്, കുഞ്ഞമ്മ, വല്യമ്മ എല്ലാം. അപ്പൊ ആ ഒരു സർക്കിളിൽ നോക്കി ഒരു ആസ്മ ബാക്ക്ഗ്രൗണ്ട് തീർച്ചയായിട്ടും ഈ അലർജി ഉണ്ടാകും. പൊതുവെ അത്തരം കേസിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സൈലീഷ്യ നല്ല മെഡിസിനാണ്. അതുപോലെ തന്നെയാണ് ഈ ഇതുണ്ടല്ല ആഴ്സനിക് അയോഡും ആഴ്സനിക് ആൽബവും. പിന്നെ അതുപോലെ തന്നെ ഈ സ്ത്രീകളിൽ കൂടുതൽ തുമ്മൽ അമോണിയം കാർബ് വളരെ എഫക്റ്റീവാണ്. അമോണിയം കാർബൺ എല്ലാത്തിലും നമ്മുടെ. അതുപോലെ തന്നെ ശ്വാസം മുട്ടലുള്ള കേസുകൾ നമ്മൾ എക്സൈറ്റിംഗ് കോസും മെയിൻറ്റെയിനിങ് കോസും ഫണ്ടമെന്റൽ കോസും ഉണ്ടല്ലോ, ഇതൊക്കെ ബേസിക് ആയിട്ട് എല്ലാവരും നോക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് ഈ പലരും അടുത്ത കാലത്തായിട്ട് വണ്ണം കുറയ്ക്കാനായിട്ട് ജ്യൂസൊക്കെ കുടിക്കാറുണ്ട്. അപ്പം നമുക്കറിയാം ഹൈഡ്രോജനോട് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ അങ്ങനെയുള്ള റോ ഫുഡ് കഴിയുന്നത് ഒഴിവാക്കാൻ നല്ലതായിരിക്കും. അതുപോലെ മൂൺ ഫേസ്, ഈ ഫുൾ മൂൺ ആ ദിവസങ്ങളിൽ ഒരല്പം കൂടെ കോഷ്യസ് ആകാൻ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർ ഈ എണ്ണ തേച്ച് കുളിക്കുന്ന തന്നെ കുളിച്ചിട്ട് എണ്ണ തേക്കും. നേരെ തിരിച്ചാണ്, എല്ലാം തലകുത്തനാണ് ഇപ്പോൾ ചെയ്യുന്നത്. കുളിച്ചിട്ട് എണ്ണ തേക്കും. അപ്പോൾ എന്ത് വരും? തീർച്ചയായിട്ടും അസുഖം ഉണ്ടാവും. അപ്പം ഡയറ്റും ഇത് നോക്കിയിട്ട് ഈ രീതിയിൽ ട്രീറ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ അത്തരം കേസുകൾ വളരെ എഫക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ഇതുണ്ടല്ലോ, ഈ പൊടി അടിച്ചിട്ട് തുമ്മുന്നത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ബ്രോമിയം വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ബ്രോമിയം. പിന്നെ നമുക്ക് മെഡിസിൻസ് ഇപ്പം ഉണ്ടെങ്കിൽ ഒരുപാടുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് കണ്ണടച്ചുകൊണ്ടാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുള്ളതാണ്. എന്തെന്ന് ചോദ്യമില്ല, എന്തുകൊണ്ടെന്ന് ചോദ്യമില്ല. ഇന്ന ഡോക്ടർ പറഞ്ഞ് ഇന്ന് തന്നെ കൊടുക്കാം. അവർ 4-5 മരുന്ന് അറേലിയ, റാസിമോസ, ടിഞ്ചർ, പോത്തോസ്, മറ്റത് മറിച്ചതെന്നും പറഞ്ഞ് ഇങ്ങനെ ഇത് ഹനുമാൻ പറഞ്ഞ അംബീഷ്യസ്ലി വേസ്റ്റിംഗ് ദിയർ ടൈം ആൻഡ് ടാലന്റ് എന്ന് പറയും. നമ്മൾ ഒരിക്കലും ചെയ്ത് ബേസിക്സിനോട് എപ്പോഴും സ്റ്റിക്ക് ചെയ്യുന്ന ചെയ്യണം. എന്താണ് അസുഖം ഉണ്ടാകാനുള്ള കാരണം, എന്താ മൊഡാലിറ്റി എന്താണ്. ഈ ഒരു കാര്യത്തിന് ഇപ്പൊ 250 വർഷത്തെ ആ ഒരു വ്യത്യാസം വന്നിട്ടില്ല. അപ്പൊ അത് പിന്തുടർന്ന് പോവുകയാണെങ്കിൽ
വളരെ നല്ലതായിരിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ, പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ കുട്ടികൾക്ക് പെട്ടെന്ന് മെഡിസിൻ ആക്ട് ചെയ്യുന്നത്? അത് അതും അനുമാനം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അവർ കൂടുതൽ സപ്രഷൻ ഉണ്ടായിട്ടില്ല. വയറ്റിൽ നിറഞ്ഞുള്ള സ്ട്രോങ് ആണ്. മാത്രമല്ല ഈ ഒരുപാട് എന്താ പറയുക ഈ ഹൈപ്പോകോൺഡ്രിയ കുറവായിരിക്കും. മറ്റേ അങ്ങനല്ല. ഈ കുറവില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടർ നല്ല മരുന്ന് തരുമെന്ന് പറയും. അങ്ങനെയൊക്കെ സൂക്കേണ്ട ആൾക്കാർക്ക്. അപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. എത്രത്തോളം ഉണ്ട്. തിരിച്ചും മറിച്ചും ചോദിക്കുമ്പോഴേക്കും കുറവുണ്ട്, എന്നാലും വലിയ പാടെന്ന് വെച്ചാൽ അവർക്ക് അസുഖം വേണമെന്ന് തോന്നിപ്പോവും. കുറയുന്നത് എന്തോ ഒരു മോശമാണ്, എനിക്ക് ഇതാണ് സുഖം എന്ന രീതിയിൽ സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു മെഡിസിൻ മാറ്റുന്നതിന് മുമ്പ് തിരിച്ചും മറിച്ചും 7 അല്ല 70 വട്ടം ചിന്തിച്ചിട്ട് മാത്രമേ മെഡിസിൻ മാറ്റാവൂ. ഇത്ര എനിക്ക് പറയാനുള്ളത്. ഓക്കെ. നന്ദി മനോജ് ഡോക്ടറെ. ഡോക്ടറെ ഒരു സംശയം ചോദിച്ചിട്ട്, നമ്മള് ഫുൾ മൂണില് ഡയറ്റിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞ റോ ഫുഡ് കഴിക്കരുതെന്നാണ്. ഇത് പ്രത്യേകിച്ച് എനിക്ക് തോന്നിയത് നമ്മുടെ ഈ വാട്ടർ കണ്ടന്റ് കൂടിയ പഴങ്ങളുണ്ടല്ലോ, ഈ റോബസ്റ്റ, അതുപോലെ പാളയംകുളം പഴമൊക്കെ ഉണ്ടല്ലോ, ഇത് കഴിച്ചാൽ മിക്കവാറും അടുത്ത ദിവസം കാഷ്വാലിറ്റി ഇല്ല. അതുകൂടെ പറയാം, ആരും ക്രിട്ടിസൈസ് പറയല്ല. നമ്മുടെ പ്രഗത്ഭനായ ഡോക്ടർ അദ്ദേഹത്തിന്റെ ഒരു പേഷ്യന്റിന് ആസ്മാറ്റിക് ആണ്. അപ്പൊ ഇടയ്ക്ക് ഈ കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്ന ഒരു പരിപാടി ആൾക്കാർക്ക് ഉണ്ട്. എന്തോ പൊട്ടാസ്യം ഒന്നോ എന്തോന്ന് കുറെ ആൽക്കലി ഫുഡ് എന്തോ കുറെയൊക്കെ ഈ പറഞ്ഞ മെഡിക്കൽ സിയോളിസം എന്ന് പറയും, അല്പജ്ഞാനം. എന്തായാലും അരച്ചിലയിൽ കുടിച്ചു. അപ്പൊ ഞാൻ പതുക്കെ പറയുകയും ചെയ്തു, ഇത് മിക്കവാറും മെഡിക്കൽ കോളേജിൽ നിൽക്കുമെന്ന് പറഞ്ഞു. അവസാനം ചുരുക്കി പറഞ്ഞ കുമ്പളങ്ങ അല്ലാണ്ട് ജ്യൂസാക്കി കുടിച്ച് രാത്രി എടുത്തുകൊണ്ട് പോയി ICU കൊണ്ടുവരേണ്ടി വന്നു. ഇത് നമ്മൾ ഹോമിയോപ്പതി എന്തിനാ പഠിക്കുന്നത്? ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാട് വേണം. അത് ഉണ്ടായാലാണ് ഗ്രേറ്റ് ട്രാജഡിയാണ്. പറയാൻ ഓർത്തില്ല. ഡയറ്റ് റെജിമൻ ആൾക്കാർ പറയല്ല, ഞങ്ങൾ അത് ചെയ്തു, ഒന്നും സംഭവിച്ചില്ല. ചേട്ടാ, നമ്മൾ പറയുന്നത് റെമഡിയെ കുറിച്ചാണ്, നമ്മൾ ഡ്രഗിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് റെമഡിയാണ്. റെമഡി റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഹോമിയോപ്പതി കമ്പനി ഉണ്ടായി ഹോമിയോ മരുന്നാവോ? ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പൾ അനുസരിച്ച് കൊടുക്കും ഹോമിയോ മരുന്നാവും. അപ്പൊ പല കാര്യങ്ങൾ നോക്കിയാൽ ഹോമിയോപ്പതി 100% സത്യമാണ്. ഡയറ്റും റെജിമെനും അക്കോർഡിംഗ് ടു പീപ്പിൾ ആൻഡ് അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ. ഇത്ര പറയാനുള്ളത്. നന്ദി മനോജ് ഡോക്ടറെ. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഷാജിക്കുടി ഡോക്ടർ ഉണ്ടല്ലോ. ഡോക്ടറെ ഷാജിക്കുടി. ഞാൻ സാധാരണ ഇതുമാതിരി മെഡിക്കൽ ടിപ്സ് ഒന്നും ഒരിക്കലും പറയാറില്ല. കാരണം അങ്ങനെ ഒരു ടിപ്സിൽ വിശ്വസിക്കുന്ന ആളല്ല ഞാൻ ഓരോ കേസും എടുത്ത് എൻ്റെതായൊരു പ്രിൻസിപ്പിൾ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതിന് ശേഷം ഒരു 6 മാസം ഹൗസ് സർജൻസി റൂറൽ ഏരിയയിൽ ഡോക്ടർ ചന്ദ്രശേഖരൻ സാറിൻ്റെ കൂടെ ചെയ്യാൻ കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായ അനുഗ്രഹമായി കാണുന്ന വ്യക്തിയാണ് ഞാൻ. തിരുവനന്തപുരത്തുള്ള ഡോക്ടർ ചന്ദ്രശേഖരൻ സാറിനെയാണ് ഞാൻ എൻ്റെ ഗുരുവായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. എൻ്റെ ബുക്കിൽ വരെ ഞാൻ സാറിനെയാണ് ഗുരുവായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക മെത്തഡോളജി ഉണ്ട്. കാരണം ഞാനത് ഒത്തിരി കൺവീനിയൻ്റ് ആൻഡ് സയൻറ്റിഫിക് ആയിട്ട് കാണുന്നുണ്ട്. അദ്ദേഹം അതുകൊണ്ട് തന്നെ സാധാരണ ക്ലാസിക്കൽ ഒരു അപ്രോച്ചിന് സ്വല്പം ഡീവിയേഷൻ ഉള്ളതുകൊണ്ട് അദ്ദേഹം അതേക്കുറിച്ച് പറയാറില്ല. പക്ഷെ അദ്ദേഹം 300-400 പേഷ്യൻറ്റിനെ നോക്കുന്ന ആളാണ്, നമ്മുടെ ഇടയിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം വളരെ സൈലൻ്റ് ആയിട്ട് രോഗികളെ നോക്കി വളരെ സക്സസ്ഫുള്ളായിട്ട് പ്രാക്ടീസ് ചെയ്ത ഒരു ഡോക്ടറാണ്. പക്ഷെ നമ്മളിൽ തന്നെ അധികം പേരും അദ്ദേഹത്തെ വേണ്ടത്ര സീരിയസ് ആയിട്ട് കാണുകയോ അദ്ദേഹത്തിൻ്റെ മെത്തഡോളജിയെക്കുറിച്ച് അറിയുകയോ അധികം പബ്ലിസിറ്റി കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ദുരവസ്ഥയുണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ അത് ഒരു അല്പം പറയുന്നതിൽ മടി കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എല്ലാവരും ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ ആ ക്ലാസിക്കൽ അല്ലാതെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അദ്ദേഹത്തിൻ്റെ. അത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ വളരെ ഇൻസിഡൻ്റലായിട്ട്, എനിക്ക് അദ്ദേഹത്തെ അറിയ പോലും ഇല്ലായിരുന്നു. ഞാൻ ഇച്ചിരി രാഷ്ട്രീയമൊക്കെ കളിച്ച് പൊളിറ്റിക്സിൽ എൻ്റെ താഴെയുള്ള ജൂനിയേഴ്സ് ഡോക്ടേഴ്സിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഹൗസ് സർജൻസി 6 മാസം തിരുവനന്തപുരത്ത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂറൽ ഏരിയ തിരുവനന്തപുരത്ത് തന്നെ എടുത്തതാണ്. അത് എൻ്റെ പക്ഷേ അത് ഹോമിയോപ്പതിയുള്ള ആത്മാർത്ഥത കൊണ്ടായിരുന്നു. കാരണം നമ്മൾ ഹോമിയോപ്പതിക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരു പറ്റം ഡോക്ടേഴ്സായിരുന്നു, ഒരു സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ അന്നേരം ചില പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻസ് ഒക്കെ വന്ന് നമുക്ക് അവിടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിൽക്കേണ്ട ഒരു അനിവാര്യതയാണെന്ന് എനിക്കവിടെ തോന്നിയിട്ട് നിന്നതാണ്. പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നുണ്ട്, ചന്ദ്രൻ സാറിൻ്റെ കൂടെ ഹൗസ് സർജൻസി ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഒരു ആൻറ്റി മയസ്മാറ്റിക് ഡ്രഗ് അദ്ദേഹം ഒരു 200 or above 200 ഒരു 1-2 ഡോസ് കൊടുക്കും. പിന്നെ
പത്തോളജിക്കൽ അല്ലെങ്കിൽ ഓർഗൻ സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസ് ഏതൊക്കെ ഓർഗൻസ് ആണോ അല്ലെങ്കിൽ എന്ത് പത്തോളജി ആണോ ഇൻഡിക്കേഷൻ ആയിട്ടുള്ളത് വെച്ച് അതിൻ്റെ സിംറ്റം സിമിലാരിറ്റി വെച്ചാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലാണ്ട് ചുമ്മാ ബ്ലൈൻഡ് അല്ല. ആ ആ തെർമൽ മൊഡാലിറ്റി അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് മൊഡാലിറ്റീസും കൺകോമിറ്റൻസ് എല്ലാം ഉൾപ്പെടുത്തി ആ ഓർഗൻ സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിനും കൂടെ 30 ഓർ ബിലോ 30 പൊട്ടൻസിയിലും കൂടെ കൂടി കൊടുത്തു കഴിയുമ്പോൾ വളരെ എഫക്റ്റീവായിട്ട്. അതുപോലെ തന്നെ ഞാൻ ഇതേ മെത്തഡോളജി നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. നമ്മുടെ വൈപ്പിനിലെ ഒരു ജയകുമാർ ഡോക്ടർ, അദ്ദേഹം വളരെ ഒരു 55 ഇയേഴ്സ് ആയപ്പോഴത്തേക്കും മരിച്ചുപോയി. ഡോക്ടേഴ്സ് ബെസ്റ്റ് രോഗികൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ ക്യൂ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ട് ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിനെ ഒന്ന് കാണാൻ വേണ്ടി ഇതുമാതിരി ചോദിച്ച് പറഞ്ഞ് താണ് കേണിച്ചെന്ന് അദ്ദേഹത്തെ ഒരു പ്രാവശ്യം കണ്ടു. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതേ മെത്തേഡ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ടിഷ്യൂ റെമഡീസ് കൊടുക്കും. അതെല്ലാം ഇൻഡിക്കേഷൻ അനുസരിച്ചാണ്. എല്ലാ ടിഷ്യൂ റെമഡീസിനും ഇൻഡിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചുമയായിട്ട് വന്നു, വൈറ്റ് സ്ഫുട്ടമാണ് വരുന്നതെങ്കിൽ കാലി മൂറാണ്. യെല്ലോ സ്ഫുട്ടമാണെങ്കിൽ കൽക്കേരിയ സൾഫാണ് അല്ലെങ്കിൽ കാലി സൾഫാണ്. അതുപോലെ തന്നെ പിന്നെ ഡ്രൈ കഫോ അല്ലെങ്കിൽ ഇനിഷ്യൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണെങ്കിൽ ഫെറംഫോസ് കൊടുക്കാം. അപ്പോൾ അതുമാതിരി ഇൻഡിക്കേഷൻ അനുസരിച്ച് ആ ടിഷ്യൂ റെമഡിയും കൂടെ കൊടുത്തു എന്ന് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പം അങ്ങനെ ഒരു അത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ബോഡിയുടെ അന്നേരത്തെ പത്തോളജിക്കൽ കണ്ടീഷനും മറ്റ് ഡെഫിഷ്യൻസീസിനെല്ലാം കറക്റ്റഡ് ആകുന്ന ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉൾപ്പെടെ നമുക്ക് സപ്ലിമെൻറ്റേഷണറി ആയിട്ട് കൊടുക്കാവുന്ന മെഡിസിൻസ് എല്ലാം അതിൻ്റെ അകത്ത് കൊടുക്കുമ്പോഴാണ് കംപ്ലീറ്റ്നെസ് വരുന്നത്. പലപ്പോഴും നമ്മൾ ഒരു സിംഗിൾ മെഡിസിൻ ക്ലാസിക്കൽ മെത്തേഡ് എന്നൊക്കെ പലപ്പോഴും പറഞ്ഞ്, അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ, അതും ശരിയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇതുമാതിരി ഹെവി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രാക്ടിക്കലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ആ മെത്തഡോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ടും, ഇപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഇരിക്കുന്നത് ഫിനിഷിംഗ് സ്കൂളിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ഇംഗ്ലീഷ് സെഷനിൽ പങ്കെടുത്തതിന് ശേഷമാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ്, ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് എന്നുള്ളത്, ആ ഗ്യാപ്പ് ഇവിടെയൊക്കെയാണ്. ഒരു അക്കാഡമിക് ആയിട്ട് ഒരു ഡോക്ടർ പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്നത് ഏത് മെഡിസിൻ പ്രൂവ് ചെയ്തു എന്നും ഒക്കെ കാണിക്കാനാണ്, മെഡിസിൻ്റെ എഫക്റ്റീവ്നെസ് ഒക്കെ കാണിക്കാനാണ്. പക്ഷെ ഒരു ഡോക്ടർ കോഴ്സ് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്നത് എന്തിനാണ്? രോഗീനെ സുഖപ്പെടുത്താനാണ്. അതാണ് ഫസ്റ്റ് അഫോറിസത്തിൽ ഡോക്ടർ ഹനിമാൻ പറഞ്ഞിരിക്കുന്നത് തന്നെ. ദ ഫിസിഷ്യൻസ് ഹൈ ആൻഡ് ഓൺലി മിഷൻ ഈസ് ടു ക്യൂർ ദ സിക്ക് as it is termed. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹയസ്റ്റ് ഐഡിയൽ ക്യൂറിനെ കുറിച്ച് സെക്കൻഡ് അഫോറിസലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതുമാതിരിയുള്ള എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന സയൻറ്റിഫിക്കലി എഫക്റ്റീവ് ആയിട്ടുള്ള, പ്രാക്ടിക്കലി എഫക്റ്റീവ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സയൻറ്റിഫിക്കലി എഫക്റ്റീവ് ഓൾസോ. പ്രകൃതിയിൽ നടക്കുന്ന എന്ത് നടക്കുന്നുണ്ടോ ആ നടക്കുന്നതിൻ്റെ പിന്നിലെല്ലാം ഒരു സയൻസ് ഉണ്ട്. ഇന്നത്തെ സയൻസിന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ് ഇസ് എ ഡെഫിഷ്യൻസി ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ദ സയൻസ് ആണ്. അത് സയൻറ്റിഫിക് അല്ല എന്നല്ല അർത്ഥം. അത് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുപോലെ തന്നെ ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഓൺലി പേഷ്യൻറ്റ് സ്പെസിഫിക്, ഇറ്റ് ഈസ് ഡോക്ടർ സ്പെസിഫിക് ഓൾസോ. നമ്മൾ ഒരു രോഗിയെ ക്യൂർ ചെയ്യുന്നത് മെഡിസിൻ കൊടുത്ത് മാത്രമല്ല. ഒരു ഡോക്ടറുടെ ആത്മാവിൻ്റെ പ്യൂരിറ്റി ആ രോഗിയുടെ ലോസ് ഓഫ് പ്യൂരിറ്റി ഓഫ് വൈറ്റൽ ഫോഴ്സിനെ റെസോണേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ആ രോഗി നമ്മളിൽ വിശ്വസിച്ച് നമ്മളോട്ട് അടുത്തോട്ട് വരുമ്പോൾ തന്നെ, ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മളെ വിശ്വസിച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ ആ ആത്മാവും ആ രോഗിയുടെ ആത്മാവും തമ്മിലുള്ളൊരു ആത്മബന്ധം നമ്മളിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ തന്നെ, നമ്മുടെ അടുത്തോട്ട് എത്തിപ്പെടുമ്പോൾ തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഒരു ഡോക്ടറുടെ പ്യൂരിറ്റി ഓഫ് മൈൻഡ്, ബോഡി ആൻഡ് സോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് എ ഡോക്ടർ എ സക്സസ്ഫുൾ ഡോക്ടർ. അതുപോലെ തന്നെ ട്രസ്റ്റ് ഇൻ ദ ഡോക്ടർ ബൈ ദ പേഷ്യൻറ്റ്. ചില രോഗികൾക്ക് ഡോക്ടറുടെ അടുത്ത് എന്നാൽ മതി, ഓക്കെ, ആ മുഖം ഒന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ ആ സാമീപ്യം ഉണ്ടായാൽ മതി. അത് എല്ലാ സിസ്റ്റത്തിലും ഉണ്ട്. അതിനെയാണ് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ സയൻറ്റിഫിക്. അപ്പോൾ ഇതൊന്നും സയൻസ് അല്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്ത് നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കിയിട്ട്
നമ്മുടെ ശാസ്ത്രീയത കൂടി നമ്മൾ ശാസ്ത്രീയമായി മനസ്സിലാക്കി നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൺവിക്ഷൻ ഉണ്ടാകാനും നമ്മൾ ചെയ്യുന്നതിൽ ആത്മാർത്ഥതയോടെ നമുക്ക് നിലകൊള്ളാനൊക്കെ സാധിക്കും. ഞാനൊക്കെ അങ്ങനെ കൺവിൻസ്ഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സാണ്. അപ്പോൾ ഞാൻ ഈ ഡൈനാമിക് സയൻസ് എന്നുള്ള ഒരു സയൻറ്റിഫിക് ഹൈപ്പോത്തസിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ അതിനാണ് പലപ്പോഴും ഫോക്കസ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ സെമിനാറിന് വിളിക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സെമിനാറിൽ ഈ മെഡിസിനൊന്നും സാധാരണ ടിപ്സിന് എല്ലാവരും ടിപ്സ് നോക്കിയിരിക്കും, ഏത് ക്യാൻസറിന് ഏത് മെഡിസിനാണെന്നൊക്കെ. ഞാൻ പലപ്പോഴും ആ ഭാഗം നോക്കാറേ ഇല്ല, കാരണം അതല്ല എൻ്റെ ഇമ്പോർട്ടൻസ്. ഞാൻ സയൻറ്റിഫിക് അനുഭവം കിട്ടിയ ഒരു അനുഭവം ഇന്ന് നമ്മൾ അനുഭവം പങ്കുവെക്കുകയാണ്. ആ കേസ് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഒരു ഫിലോസഫിക്കൽ അപ്രോച്ചാണ് ഈ എൻഫോത്തിലൂടെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എങ്ങനെ ഒരു രോഗിയെ കാണുന്നു. അപ്പോൾ എൻ്റെ അപ്രോച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാൻസർ ഞാൻ ഫോക്കസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. എൻ്റെ ക്യാൻസർ പേഷ്യൻറ്റിന് ഞാൻ ഫസ്റ്റ് മനസ്സിലാക്കുന്ന ഹൗ ക്യാൻസർ ഡെവലപ്പ് എന്നുള്ളതാണ്. ഇന്ന് ലോകം മൊത്തം ക്യാൻസർ ചികിത്സിക്കുന്ന ക്യാൻസർ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് അറിയാതെയാണ്. Understanding how cancer develop is very important in designing the treatment for cancer. ക്യാൻസർ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് അറിയാതെ ട്രീറ്റ്മെൻറ്റ് ഡിസൈൻ ചെയ്യപ്പോയി നമ്മൾ എവിടെ ചെന്ന് നിൽക്കും? നമ്മളിപ്പോൾ സിംറ്റം സിമിലാരിറ്റി വെച്ച് മെഡിസിൻ കൊടുത്തു, നമ്മൾ വൈറ്റൽ ഫോഴ്സിനെ കറക്റ്റഡ് ആക്കി. പക്ഷേ ആ വൈറ്റൽ ഫോഴ്സ് ഡിറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഡിറേഞ്ച്മെൻറ്റിൻ്റെ അവിടെ ഒരു DNA മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണ് ഈ ക്യാൻസർ വന്നത്. ഈ കണക്ടിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനും ആ DNA റെഗുലേഷൻ എവിടെയൊക്കെ ഏതൊക്കെ പോസിബിലിറ്റീസിന് എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ട രോഗിയും കൂടെ ബോധ്യപ്പെടുത്തി കഴിയുമ്പോഴേ ആ രോഗിക്ക് സ്വയം ക്യൂർ ചെയ്യാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഡൈനാമിക് സയൻസ് എന്ന് പറഞ്ഞ ശാസ്ത്രവീക്ഷണം ഈ മൈൻഡും വൈറ്റൽ ഫോഴ്സും DNA തമ്മിൽ എങ്ങനെ സയൻറ്റിഫിക്കലി കണക്റ്റഡ് ആണെന്നുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ആ എക്സ്പ്ലനേഷനിലൂടെ DNA മോഡിഫിക്കേഷൻ ഡിറേഞ്ച്മെൻറ്റ് ഏതൊക്കെ തലങ്ങളിൽ നിന്നുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് രോഗിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുക്കാൻ പറ്റുന്നു. നമ്മൾ കേസ് എടുക്കുമ്പോഴും അതിന് കേസ് അനാലിസിസ് കഴിഞ്ഞ് ഈ പോസിബിലിറ്റീസ് വഴി ആ രോഗിയിൽ ഈ ഏതൊക്കെ തലങ്ങളിൽ നിന്ന് ആ രോഗിയിൽ ആ DNA വ്യതിയാനം വന്നിട്ടുണ്ടെന്ന് ഐഡൻറ്റിഫൈ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നു. That is what Hahnemann said, identification of and rectification of the fundamental causes are the prerequisites before giving medicine itself. നമ്മൾ ഓർഗനോണി പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ നമ്മൾ എത്ര പേര് അപ്ലൈ ചെയ്യുന്നുണ്ടത്? നമ്മളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് സിമിലിമം കൊടുക്കാനാണ്. സിമിലിമം കൊടുക്കണ്ടെന്നല്ല പറഞ്ഞേ. ആ കൊടുക്കുന്നതോടൊപ്പം ഈ ഫണ്ടമെന്റൽ കോസസ് ഐഡന്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്തിട്ട് കൊടുത്താൽ ആ റിസ്റ്റോറേഷൻ ഓഫ് വൈറ്റൽ ഫോഴ്സിന്റെ ഡിറേഞ്ച്ഡ് ഫ്രീക്വൻസി ടു ദ പ്യൂരിറ്റി വിൽ സസ്റ്റെയിൻ. അതർവൈസ് ദ കോസസ് പെർസിസ്റ്റ്, ഇറ്റ് വിൽ ഡിറേഞ്ച് അഗെയിൻ. അപ്പൊ ഇതൊക്കെ കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇറ്റ് ഈസ് സിമ്പിൾ. പക്ഷെ ഞാനൊക്കെ ഇവിടെ ഡൈനാമിക് സയൻസിനെ കുറിച്ച് വളരെ റെയറായിട്ടേ പറയാറുള്ളൂ. പക്ഷെ എന്നാലും പറഞ്ഞാൽ പോലും ആരും അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വളരെ വിഷമത്തോടെ ഞാൻ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ്. പക്ഷെ നമ്മുടെ ആ ഒരു പലപ്പോഴും ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ പറയുന്ന പോലെ നമ്മളിത് പറയുന്നതെന്ന് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല ആരും. അപ്പോൾ നമ്മളിത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പറയുന്ന ഒരു കാര്യത്തില് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞു. അതായത് ഒരു പേഷ്യന്റിന് ആരാന്ന് ഞാൻ പറയുന്നില്ല, CEA 13.8 ആയി. അപ്പം ഞാൻ ഷാജി ഡോക്ടറെ ഒന്ന് വിളിച്ചു, എന്താണ് ചെയ്യേണ്ടത്. CEA 13.8 ഉണ്ട്. അപ്പം ഷാജി ഡോക്ടർ പറഞ്ഞത് ആ പേഷ്യൻറ്റിന് മനസ്സിലുള്ള എന്തെങ്കിലും അടക്കി വെച്ചിട്ടുള്ള ഇതുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കി അത് ഏറ്റു പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക. വേറെ മരുന്നൊന്നും പറഞ്ഞു തന്നില്ല. അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷനാണ് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് കിട്ടിയത്. അങ്ങനെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി എവിടെയൊക്കെ എന്തൊക്കെ ആരോടൊക്കെ ബുദ്ധിമുട്ട് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞത്. അതനുസരിച്ച് അവരോട് പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ പോയി. എന്തായാലും ഒരു 4-5 മാസം കൊണ്ട് CEA 6 എത്തി, ഒരു മരുന്നും കഴിക്കാതെ തന്നെ. അപ്പോൾ അത് എനിക്കൊരു അനുഭവം ഉള്ളത് ഞാനിവിടെ പ്രത്യേകം. അല്ല, എനിക്ക് അതുപോലെ 100 അനുഭവങ്ങളാണ്.
അപ്പൊ ഞാൻ അതുകൊണ്ട് അപ്ലൈ ഡോക്ടർ ചെയ്യുന്നത് പറയുന്നത് സത്യമാണെന്ന് ഞാൻ ഇവിടെ അല്ല, ഒന്ന് തീർച്ചയായിട്ടും പറയുകയാണ്. സത്യമായതുകൊണ്ടാണ്. കാരണം മാറ്റുക, ആണ് കാരണം മാറ്റിയാൽ തന്നെ പകുതി അസുഖം ആണ് മാറും എന്നുള്ളത് ആണ് ഉറപ്പ്. എന്തായാലും വളരെ നന്ദി അല്ല, ഇത് ഡോക്ടർ. കാനിമാൻ പറഞ്ഞേക്കുന്നത് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഈ അലോപ്പതിക്കാർ മരുന്ന് കൊടുക്കുന്നു, നമ്മൾ മരുന്ന് കൊടുക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യാണ്. ഈ ഒരു ഫണ്ടമെന്റൽ കോസ് ഐഡന്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്യണമെന്ന് ഹനുമാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ശാസ്ത്രീയമായിട്ട് തിരിച്ചറിയാനുള്ള ഒരു അപര്യാപ്തതയായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ആ കാര്യം. നമ്മളും മിനിമം സെലക്ട് ചെയ്യുന്നതിനാണ് എല്ലാവരും ഫോക്കസ് കൊടുക്കുന്നത്. അത് വേണം. അതിനേക്കാളും മുമ്പ്, അതുകൊണ്ട് എൻ്റെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ മെഡിസിൻ കൊടുക്കലല്ല ആദ്യം ചെയ്യുന്നത്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് തന്നെ ഒരു ഗ്രൂപ്പ് ജനറ്റിക് കൗൺസിലിംഗ് വഴിയാണ്. ആ ജനറ്റിക് കൗൺസിലിംഗ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മൈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. 4th സ്റ്റേജ് അല്ലാത്ത എല്ലാ ക്യാൻസർ പേഷ്യൻറ്റും നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ എനിക്ക് പേഷ്യൻ്റ് ഞാൻ സ്വീകരിക്കുകയുള്ളൂ, ക്യാൻസർ ആയിട്ട് വരുവാണ്, അല്ലെങ്കിൽ എനി ചലഞ്ചിങ് ഡിസീസ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടെയൊക്കെ പലപ്പോഴും പറഞ്ഞു, ഞാൻ ഫിലിപ്പീൻസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരിക്കൽ ഇപ്പം ഞാൻ 3-4 മന്ത്സൊക്കെ ഇടയ്ക്ക് 15 ഡേയ്സ് ഇവിടെ വന്നിട്ട് നാട്ടിൽ പോവുള്ളായിരുന്നു ഈ കോവിഡിന് മുമ്പ്. എന്നിട്ട് ഞാനിവിടെ നാട്ടിലായിരിക്കുമ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് മാത്രം വരുന്ന രോഗികളുണ്ട് ഇവിടെ. അപ്പോൾ എൻ്റെ അടുത്തൊരു എന്നെ ഇവിടെ നിൽക്കാൻ ഇവിടെ റിക്വസ്റ്റ് ചെയ്തൊക്കെ ഇവിടുത്തെ കർമ്മലൈസ് സിസ്റ്റേഴ്സ് ഓഫ് OCD എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് സിസ്റ്റേഴ്സാണ് എന്നോട് ഇവിടെ നിൽക്കണം, ഹോമിയോപ്പതി ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറഞ്ഞു. ഞാൻ ഒത്തിരി പറയേണ്ടവരോട് ഞാൻ പോകുന്നില്ല. അങ്ങനെ ഞാനിവിടെ നിൽക്കാനും എനിക്കിവിടെ പെർമിറ്റ് കിട്ടാനും അവർ വഴിയാണ് എനിക്കെല്ലാം സാധിച്ചത്. അപ്പോൾ അവിടുത്തെ ഒരു മഠത്തിലൊരു സിസ്റ്ററിന് നമ്മുടെ ഷിൻ ബോണിൽ ഭയങ്കര ഇച്ചിക്കും റെഡ്നെസ്സും ഉറക്കവും ഇല്ല, ഭയങ്കര റെസ്റ്റ്ലെസ്, ഭയങ്കര ഉറക്കം. എന്നെ വിളിച്ചു, എന്താ ചെയ്യും ഡോക്ടർ? ഞാൻ പറഞ്ഞു, അവിടെ എന്തോ ഒരു ക്രൈസിസ് ഉണ്ട്, നിങ്ങൾ ആരോ ആയിട്ട് അവിടെ വലിയ വഴക്കും പണക്കമൊക്കെ ഉണ്ടാക്കി നിങ്ങൾ തീ തിന്നുന്ന മനസ്സുമായിട്ടാണ് അവിടെ ജീവിക്കണേ എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ഒരു പീസ്ഫുള്ളായിട്ട് ഇരുന്നിട്ട് ഒന്ന് നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞ് കുറച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് കംപ്ലീറ്റ് ഹീൽഡായി. അത് നമ്മൾ ഐഡിയ കൊടുത്താൽ ദേ നോ. ഇപ്പം എൻ്റെ ഗ്രൂപ്പ് ജനറ്റിക് കൗൺസിലിംഗ് കഴിയുമ്പോൾ തന്നെ 3rd സ്റ്റേജ് വരെയുള്ള എൻ്റെ ക്യാൻസർ പേഷ്യൻസ് ചിരിക്കാൻ തുടങ്ങും. കാരണം എൻ്റെ ഒരു ബ്രോഷറുണ്ട്, ആ ബ്രോഷറിൻ്റെ അവസാന പേജിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ക്യാൻസർ ഈസ് എ വെരി സിമ്പിൾ പ്രോബ്ലം. We are afraid of cancer because the present science does not understand and explain how it develops. So we panic and undergo wrong management. Cancer is curable if it is within the reversible limit, and if we are able to intercept the progress of the disease at proper time with the right understanding. To cure cancer, we need to know about its real causes and need medicines which can act curatively by acting at the root of the problem along with the judicious application of surgery. ഇത് വളരെ സിൻസിയർ ആൻഡ് ഹോണസ്റ്റ് ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻസർ ഈസ് എ വെരി സിമ്പിൾ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും എന്തോ പിരിലൂസ് ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ വളരെ ഹോണസ്റ്റായിട്ട് സിൻസിയറായിട്ട് പറയുന്നത് തന്നെയാണ്. ഓൾ മൈ ക്യാൻസർ പേഷ്യൻസ് ബിഫോർ 3rd സ്റ്റേജ് ക്യാൻ ടെസ്റ്റിഫൈ ഫോർ ദാറ്റ്. പിന്നെ ഇതൊരു പേഷ്യൻ്റ് ഡിപ്പെൻഡൻറ്റും ആണ് കേട്ടോ. ഇപ്പം നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആ മെൻ്റൽ റിവേഴ്സൽ ആ പേഷ്യൻ്റ് തന്നെ ചെയ്യേണ്ടതാണ്. ചില കാര്യങ്ങൾ ചിലർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാതെ അവർ തന്നെ ആ സെൽഫ് ഹീലിംഗ് പ്രോസസ്സ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ മരുന്ന് കൊണ്ട് റിലീഫ് കിട്ടും. അതേ കൺസെപ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ് മരുന്ന് കഴിക്കൽ നിർത്തി കഴിയുമ്പോൾ കണ്ടിന്യൂ ആണെങ്കിൽ അത് അത് വീണ്ടും ആ കറക്റ്റായിട്ടുള്ള വൈറ്റൽ ഫോഴ്സിനെ ആ റോങ് കൺസെപ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന തോട്ട്സ് ഡിസ്റപ്റ്റ് ചെയ്യാനും ക്യാൻസർ വീണ്ടും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ലിമിറ്റേഷനുമാണ്. കാരണം അതൊക്കെ നമ്മളല്ല, രോഗിയാണ് അതിൻ്റെ അകത്ത് സെൽഫ് ക്യൂർ നടത്തേണ്ടത്. ഞാൻ ഒത്തിരി സമയം എടുക്കുന്നില്ല, ഞാൻ തന്നെ സംസാരിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും നല്ലൊരു അറിവാണ് ഡോക്ടർ പകർന്നു തന്നത്. വളരെ നന്ദിയുണ്ട് ഡോക്ടർ. ഈ രാത്രിയുടെ ഈ സമയത്തും ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഞാൻ സാധാരണ മലയാളം സെഷൻ ഇരിക്കാത്ത കാര്യം ഇപ്പോൾ ഇവിടെ വെളുപ്പിന് 12:43 ആയി.
അതെ ഞാൻ എനിക്ക് പണ്ട് ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെ നമ്മൾ ഇരിക്കുകയായിരുന്നു. കാരണം ഈ രാത്രി മൊത്തം ആളുകളെ സംഘടിപ്പിക്കുന്നതൊക്കെ രാത്രി മൊത്തം ഇരുന്ന് ഇതെല്ലാം സംഘടിപ്പിച്ചിട്ട് പിറ്റേ ദിവസം പകല് കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എഴുന്നേറ്റാൽ മതി. ഇപ്പം അങ്ങനെ പറ്റത്തില്ല. ഇവിടെ പിറ്റേ ദിവസം രാവിലെ ഏതായാലും രോഗികളെ സന്തോഷം. നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മലയാളം സെക്ഷനൊക്കെ എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ കാര്യം കേട്ടോ. താങ്ക് അല്ല, യു വെരി ഇന്ന് മച്ച്. ഇന്ന് ഞങ്ങളോട് കൂടി വന്ന് ഡോക്ടറുടെ എനിക്ക് മുമ്പ് സെഷൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്തിരുന്നത് ഞാൻ. ഇനി നമുക്ക് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന അഞ്ജിത ഡോക്ടറാണ്. ഡോക്ടറുടെ അനുഭവം പങ്കുവെക്കാം. അഞ്ജിത ഡോക്ടർ. ഗുഡ് ഈവനിങ് ഡോക്ടർ. എനിക്ക് പറയാനുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും, ഞാൻ കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയ ഒരാളാണ്. അപ്പം ഞാൻ ഈ ഹോമിയോപ്പതിയില് ഇത്ര എന്ന് വെച്ചാൽ കുഞ്ഞിലെ തൊട്ട് ഞാൻ ഹോമിയോപ്പതി മരുന്നാണ് കഴിക്കണ. അപ്പൊ ഈ കുഞ്ഞു ഗുളികയിൽ എന്താണെന്നുള്ള ക്യൂരിയോസിറ്റിയാണ് എന്റെ ഒരു ഹോമിയോപ്പതി ഡോക്ടർ ആക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തേർഡ് ഇയറിൽ എത്തുന്ന സമയത്താണ് എന്റെ അമ്മച്ചിക്ക് 1 മാസമായിട്ട് നിർത്താണ്ട് ബ്ലീഡിങ്ങാ. എന്റെ ഫാമിലി ഡോക്ടർ ഹോമിയോ ഡോക്ടറാണ്. അദ്ദേഹം ഇതുപോലെ ഒരുപാട് ലിലിയൻറ്റിഗ് അതുപോലുള്ള ഒരുപാട് മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ക്യൂറും ഇല്ല. ലാസ്റ്റ് ഹോർമോണൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറഞ്ഞു. അലോപ്പതി ഡോക്ടറിനെ കണ്ടു. അപ്പൊ ഇതുപോലെ ഡിയാൻസി ചെയ്തു. എന്നിട്ട് ബ്ലീഡിങ് കൂടിയാണ് ചെയ്തത്, മാറിയില്ല. അങ്ങനെ ഞാൻ എന്റെ കോളേജിലെ എന്റെ പ്രൊഫസറിനെ കണ്ടിട്ട് എന്ത് ചെയ്യണം സാറേ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം ഒരിക്കലും സർജറി ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറയും. ഹിസ്റ്റക്ടമിയാണ് പറഞ്ഞത്, 1.5 മാസത്തിനുള്ളിൽ ഹിസ്റ്റക്ടമി ചെയ്യണമെന്ന്. അപ്പൊ ഇതുപോലെ സർജറി ചെയ്യണമെങ്കിൽ സാർ എന്തായാലും പറയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നിട്ട് ഞാൻ സാറിനടുക്ക് അതും സാറിനെ തടഞ്ഞു നിർത്തിയിട്ടാണ് ഞാൻ ചോദിച്ചത്. സാറിന് അങ്ങനെ കിട്ടാത്ത ഒരാളാ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ സാർ പറഞ്ഞു, നീ നിന്റെ അമ്മേനെ നാളെ ഇങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞു. ഇപ്പൊ സാറ് കൊടുത്തത്, സാറ് അമ്മച്ചി വരുമ്പോഴത്തേക്കും ട്രെയിനാണ് വന്ന, ഫുൾ ബ്ലീഡിങ് ആണ്. ആ ഇട്ട ചുരിദാറ് മൊത്തം ബ്ലഡ് ആയിട്ടാണ് അമ്മച്ചി വന്ന. അമ്മച്ചി വന്ന് സാർ അമ്മച്ചീനെ വൈകുന്നേരം വരെ അഡ്മിറ്റ് ചെയ്തു. പിന്നെ നോക്കിയിട്ടില്ല സാറ്. പിറ്റേന്നാണ് സാർ വന്ന അമ്മച്ചിനെ കാണുന്നത്. അമ്മച്ചിക്ക് ബ്ലീഡിങ് ഉണ്ട്. ഈ ബ്ലീഡിങ്ങിന്റെ ഒപ്പം ആഴ്ചയിൽ ഒരിക്കൽ, അതും എപ്പോഴും ഒരു ഞായറാഴ്ച ദിവസം ഒരിക്കും, ഒരു നടുവേദന വരും. ആ നടുവേദന നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അത്ര അൺബെയറബിൾ ആയിട്ടുള്ള പെയിൻ ആയിട്ടാണ് അമ്മച്ചിക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഇത് കൂടുന്ന സമയത്ത് നമ്മൾ പോയി ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ആ സാർ അന്ന് രാവിലെ അമ്മച്ചിനെ കണ്ട് 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ച് സാറ് പോയി മെഡിസിൻ കൊടുത്ത് അന്ന് വേദന അമ്മച്ചിക്ക് വേദന വന്ന് ഒരു വൈകിട്ട് 5 മണിയാകുമ്പോൾ കൂടും, അതങ്ങ് കുറയും. ഒരു രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല കൂടി. ഞാൻ പിന്നെ തിളച്ച വെള്ളം നടുവിന് ഒഴിക്കേണ്ട അവസ്ഥയായിരുന്നു. ഈ മരുന്ന് 2ാമത്തെ ഡോസ് കൊടുത്ത് 3ാമത്തെ ദിവസം പിന്നെ ആ വേദന വന്നിട്ടില്ല. അത്രയും നാളുണ്ടായിരുന്ന വേദന പിന്നെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ സാറാണ് ചോദിച്ചത്, എന്ത് മെഡിസിൻ ആണ് സാർ? അപ്പൊ പറഞ്ഞു പ്ലാറ്റിനയാണ്, പ്ലാറ്റിന 30. അത് ലാസ്റ്റ് കൊടുത്തതിൽ പ്ലാറ്റിന 200 ആണ് കൊടുത്തത്. അപ്പം ഇത് ഞാൻ എന്റെ ഫാമിലി ഡോക്ടറിനോട് ഞാൻ പറഞ്ഞപ്പോ, ഇത് എന്തുകൊണ്ട് പ്ലാറ്റിന? ഒരിക്കലും എന്റെ അമ്മച്ചി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് പ്ലാറ്റിന എന്ന നമ്മളൊക്കെ ഈ പറഞ്ഞ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞ സാധനം, അതൊക്കെ വെച്ചിട്ട് ഒരിക്കലും മാച്ച് ആകാത്ത ലീനക്ക് ഇതെങ്ങനെ കൊടുത്തെന്നാണ് പറയണത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പം സാറ് പറഞ്ഞൊരു കാര്യം, എന്റെ അമ്മച്ചിയുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഷാർപ്പായിട്ടുള്ള ഫേഷ്യൽ ഫീച്ചേഴ്സ് ആണെന്ന്. പിന്നെ 2ാമത്തെ കാര്യം, 1-2 ക്വസ്റ്റ്യൻസ് സാറ് അമ്മച്ചിയോട് ചോദിച്ചുള്ളൂ. ആ ചോദിച്ചപ്പോഴൊക്കെ എല്ലാം നിന്റെ അമ്മച്ചിയുടെ ഉള്ളിൽ ഒരു ഫിയർ ഉണ്ടെങ്കിലും ഒരിക്കലും നിന്റെ അമ്മച്ചി അത് പുറത്തേക്ക് കാണിക്കത്തില്ല. ഇങ്ങനെ നെഞ്ചും വിരിച്ച് എന്തിനേയും അഭിമുഖീകരിക്കുന്ന ഒരാളാണ്. അപ്പൊ പ്ലാറ്റിനയുടെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സിനെ സാർ അങ്ങനെയാണ് എനിക്ക് വിവരിച്ചു തന്നെ. അപ്പൊ സാറിന്റെ പുറകെ പിന്നെ എന്റെ നടത്തം മൊത്തം. സാറ് ഇതുപോലെ ക്ലാസിക്കൽ ഹോമിയോപ്പതാണ്, ഞാൻ അങ്ങനെ തന്നെ പറയും. സാർ ആ സിംഗിൾ റെമഡിയെ കൊടുക്കുകയുള്ളൂ. പക്ഷെ ഇതെന്താണ് ഈ അത്ഭുതം എന്ന് എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി മാറി, അതൊരു പാഷനായിട്ട് മാറി. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ ഹോമിയോപ്പതിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത്. ഞാൻ വേറെ ആയിരുന്നു എന്റെ എയിമും കാര്യങ്ങളും എല്ലാം. ഞാൻ തിരുവനന്തപുരം ഓപ്റ്റ് ചെയ്തതും അതിനു വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ പിന്നീട് ഹോമിയോപ്പതിയാണ് എന്റെ വഴിയെന്ന് ഞാൻ തിരഞ്ഞെടുത്തത്. ഈ തേർഡ് ഇയറിൽ എന്റെ സാറ്, അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റേൺഷിപ്പ് വന്നപ്പോഴത്തേക്കും രാജേഷ് എന്ന് പറഞ്ഞ മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരുന്നു. സാറാണ് എന്റെ മെന്റർ. ഇപ്പൊ ഞാൻ ക്ലിനിക്ക് ഇട്ടേക്കോ, മെയ്യിൽ ഞാൻ പഠിച്ചിറങ്ങിയ ആള് ജൂലൈയിൽ ഞാൻ ക്ലിനിക്ക് ഓപ്പൺ ആക്കി. അത് എന്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജേഷ് സാർ എനിക്ക് തന്നൊരു കോൺഫിഡൻസ് ആണ്. പക്ഷെ ഇതിപ്പോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു മെയിൻ റീസൺ, ഞാൻ പഠിക്കുന്നത് എന്റെ സിലബസിൽ മൊത്തം നമ്മുടെ ഹോമിയോപ്പതി ബേസിക് പ്രിൻസിപ്പിൾസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഹാൻഡ്മാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഓരോ റെമഡി വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഒബ്സർവേഷൻസ് നോക്കിയിട്ടാണ് അതിന്റെ ഫോളോ അപ്പ് കാര്യങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെയല്ല. പക്ഷെ നമ്മൾ പഠിച്ചൊന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഇന്റേൺഷിപ്പിന്റെ സമയത്ത്
നമ്മളോട് അല്ലെങ്കിൽ എത്ര പ്രാക്ടീസ് ഉള്ള ഡോക്ടേഴ്സ് ആണെങ്കിലും വന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ മെഡിസിൻ കൊണ്ടൊന്നും ഒരിക്കലും ക്യൂർ ആവത്തില്ല. പക്ഷെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഒരു കേസ് അല്ല, 1000 കേസ് ഞാൻ കണ്ടതാ. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഡോക്ടേഴ്സ്, നിങ്ങളാണ് എനിക്ക് പറഞ്ഞു തരണ്ട. എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടും എന്റെ സാറ് കൊടുത്തിട്ടും ഞാൻ പറഞ്ഞ തേർഡ് ഇയറിൽ എന്നെ പഠിപ്പിച്ച എന്റെ ആ സാറ് കൊടുത്തിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കേസസ്. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എല്ലാ കേസ് കൂടെ മെഡിസിൻ കൊടുക്കരുത്? ഇപ്പൊ ഈ അഞ്ജിത ഡോക്ടർ കൊടുത്തൊരു കേസ് കൂടെ ഒന്ന് പറഞ്ഞേരെ. ഞാൻ ഒരു കൊടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു ടീനിയ കോർപ്പോറസ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടല്ലോ നമ്മുടെ, അതുമായിട്ട് വന്നൊരു ലേഡിയാണ്. അപ്പൊ പുള്ളിക്കാരത്തിക്ക് ആദ്യത്തെ ഇൻഡിക്കേഷൻസ് ഒക്കെ വെച്ചിട്ട് ടെലൂറിയൻ 30 ഞാൻ ഒരു ഡോസ് കൊടുത്ത് നൈറ്റിൽ ഭയങ്കര ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അതങ്ങ് മാറി. പിന്നെ അവർക്ക് ആ 1 മാസത്തോളം അവർക്ക് ചൊറിച്ചിൽ വന്നിട്ടില്ല. പിന്നെ ചെറിയ ചൊറിച്ചിലായിട്ട് ഇടക്ക് വരാൻ തുടങ്ങി. അപ്പം ഒരു ഡോസ് ഞാൻ കൊടുത്തുള്ളൂ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ ചെയ്യാൻ ഓക്കെ, ഫോളോ അപ്പ് വരുമ്പോ ഈ പറഞ്ഞ നമുക്ക് ആധാരമില്ല. ഇത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ ഇന്റേൺഷിപ്പിന് ഞാൻ ഇരുന്ന രാജേഷ് സാറിനൊപ്പം ഞാൻ ഇരിക്കണത്. സാറിന് ആകെ ആഫ്റ്റർനൂൺ നൈറ്റ് ഒപ്പികളാണ് ഉള്ളത്. ആ ഒരു കുറഞ്ഞ മണിക്കൂറിൽ സാറിന്റെ കേസസ് ആണ് ഞാൻ കണ്ടേക്കണം. സാറിന്റെ ഫോളോ അപ്പുകളാണ് ഞാൻ കണ്ടേക്കണം. അല്ലാണ്ട് നമുക്ക് വേറെ പരിചയമില്ല. ഈ പറഞ്ഞ ഹോമിയോപ്പതി എന്നുള്ള ഒരു പാഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കണത് തന്നെ. എന്നിട്ട് ഈ ടെലൂറിയം കൊടുത്ത് മാറി. പിന്നെ അത് ഈ എറപ്ഷൻസ് വേറൊരു സ്ഥലത്ത് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ നേരെ ബാസിലിനം വണ്ണമാണ് കൊടുത്തത്. ബാസിലിനം വണ്ണം കൊടുത്തപ്പോഴത്തേക്കും അവർക്ക് നല്ല കുറഞ്ഞ് ആ ബാക്കിലൊക്കെ നല്ല ഇറപ്ഷൻസ് ഉണ്ടായിരുന്നത് അതിങ്ങനെ ഫെയ്ഡായി വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരുമാതിരി ഒരു വണ്ണം ആയതുകൊണ്ട് 1 മാസം ഞാൻ വേറെ ഒന്നും കൊടുത്തില്ല, SL തന്നെ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഹിസ്റ്ററി എടുത്തപ്പോഴത്തേക്ക് ഇവര് കല്യാണം കഴിഞ്ഞ് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഹസ്ബൻഡ് മരിക്കുകയാണ് ചെയ്തത്. ആ ഹസ്ബൻഡിന്റെ ആ ഒരു ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 35 വർഷത്തോളം എന്തോ ആയി. പക്ഷെ ഇപ്പോഴും അവർക്ക് അദ്ദേഹത്തെ മറക്കാനോ ആ ഒരു ഇതിന്ന് വിട്ടുപോകാനോ ഒന്നും പറ്റിയിട്ടില്ല. അങ്ങനെ വെച്ചിട്ട് ഞാൻ നാട്രമ്യൂർ 200 ആദ്യം കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് വണ്ണമാണ് കൊടുക്കണം. പിന്നെ അവർക്ക് ആ ഇറപ്ഷൻ നമ്മൾ പറയും, ഇറപ്ഷൻ ആ ഒരു ഇറപ്ഷൻ വന്ന പോലെ ഒരു മാഞ്ഞു പോയാലും വന്ന പോലെ ഒരു പാടുണ്ടെങ്കിലും അത് അവിടെ തന്നെ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇത് നാട്രമ്യൂർ വണ്ണം അതിലത് മാറി എന്ന് വെച്ചാൽ അത് നോർമൽ സ്കിന്നായി അവരുടെ. ഇതിൽ പരം എനിക്ക് കിട്ടിയ ചെറിയൊരു ഇത് ഒരിക്കലും എന്റെ കഴിവാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നമുക്ക് അപ്പൊ ആ തോന്നണൊരു ഇത് കൊണ്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ ഞാനെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത്തിരി പോലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാള് ദൈവത്തിന്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രം മരുന്ന് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്. ഹോമിയോപ്പതിനെ അത്രയും ഒരു ദൈവദത്തമായിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്രയും രോഗികളെ ഒട്ടും ഉപദ്രവിക്കാണ്ട് മറ്റേ ചികിത്സിക്കുന്ന വേറൊരു സമ്പ്രദായം ഉണ്ടാന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പക്ഷെ നമ്മള് ഇത് എനിക്ക് ആകെ സക്സസ് കിട്ടിയ ഒരേ ഒരു കേസാ. ബാക്കി എല്ലാത്തിലും നമുക്ക് വരുമ്പോഴത്തേക്കും ഫോളോ അപ്പ് എന്ത് കൊടുക്കണം, കൺഫ്യൂഷനാണ് ശരിക്കും പറഞ്ഞ. പക്ഷെ ഓരോ ഡോക്ടേഴ്സിനോട് ചോദിക്കുമ്പോ ഈ സിംഗിൾ റെമഡി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടേഴ്സ് ഇല്ല. ഞാനിപ്പോ പിന്നെ രാജേഷ് സാർ അതുപോലുള്ള അവരെയൊക്കെ അഭിമുഖീകരിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. കാരണം അവര് നല്ല ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് അങ്ങനെ എപ്പോഴും അവരോട് ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇനി എനിക്ക് അപ്രോച്ച് ചെയ്യണതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ ഞാൻ ഒരു സ്റ്റുഡന്റ് ആയിരിക്കുമ്പോ അങ്ങനെയല്ല, എപ്പോ വേണമെങ്കിലും സാർ എനിക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷേ മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. മനോജ് ഡോക്ടറെ എന്തായാലും ചോദിക്കാനുള്ള ഇത് ചെയ്യണം. ഈ ആ വളർന്നു വരുന്ന ഈ ബഡ്ഡിംഗ് ഡോക്ടേഴ്സിന് ഒന്നെങ്കിൽ ഈ ക്ലാസിക്കലും ഈ പറഞ്ഞ അല്ലെങ്കിൽ ഇപ്പൊ ഈ കൊടുക്കുന്ന ടിഞ്ചറും മറ്റേതും ഇതൊക്കെ കൊടുക്കുന്ന രീതി പഠിപ്പിക്കുക. അതാണ് ഒന്ന് സിലബസിൽ വരുത്തേണ്ട മാറ്റം. അതാണ് ഇങ്ങനെ നമ്മളെ കൺഫ്യൂഷൻസിലേക്ക് തള്ളിവിടാണ്ട് അത് പഠിപ്പിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ക്ലാസിക്കൽ ഹോമിയോപ്പതി എന്ന് പറഞ്ഞ് സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ എന്താണോ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടത്, അതെന്താണോ ചെയ്യേണ്ടതെന്ന് അത് നമുക്ക് പറഞ്ഞു തരിക. അതാണ് ഫിനിഷിംഗ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് വേണ്ടത്. നന്ദി ഡോക്ടറെ. ഇനി അടുത്തത് മനോജ് ഡോക്ടറിലേക്ക് പോകാം. അതെ, എന്തായാലും 2-3 കാര്യം ക്ലിയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ പറയുന്നത് ഈ 1,00,000 പേരിൽ ലക്ഷണമൊത്തവർ 1-2 എന്ന് പറയണമെങ്കിൽ അഞ്ചിത. ഹോമിയോ ഒരുപാട് എനിക്ക് പഠിക്കുന്ന പിള്ളേരുടെ ഒരു സമീപനവും അവരുടെ ഒരു നിലവാരം അങ്ങോട്ട് വിഷമം തോന്നും. പക്ഷെ ഇദ്ദേഹം നേരെ തിരിച്ചാണ്. വളരെ എനർജറ്റിക് ആണ്, വളരെ ആക്റ്റീവാണ്, പഠിക്കാൻ താല്പര്യമുള്ള, വളരെ സന്തോഷം. പിന്നെ സർജറിയിൽ അധ്യാപകന്റെ പേര് പറയണമായിരുന്നു. കാരണം ഇങ്ങനെ ആൾ മിടുക്കനായ ആളുടെ 4 പേര് അറിയണമല്ലോ. അത് ആരാ? അജയ്കുമാർ ബാബു. തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ. അത് ആയിരിക്കും. അങ്ങനെ ഇല്ല, ചത്തത് ഗീത എന്ന് പറഞ്ഞതാണ്, കൊന്നത് ഭീമൻ എന്ന് പറഞ്ഞതൊക്കെയാണ്. അങ്ങനെ ചെയ്യേണ്ട അജയകുമാർ സാർ ആയിരിക്കും. അത് കോളേജിൽ ഉറപ്പുള്ള കാര്യമാണ്.
പിന്നെ ഇത് എന്താ വ്യക്തമാക്കുന്നത് എന്താണ്? ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, അതറിയോ? ആണാണ്. അല്ല, ഇത് വ്യക്തമാക്കുന്നത് എന്താണ്? അല്ല. ഇത് വ്യക്തമാക്കുന്ന ഹനുമാൻ പറഞ്ഞു തന്നെയാണ് ശരി. നമുക്ക് അറിഞ്ഞാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെ ഏറ്റുകെട്ടാൻ നോക്കും. പിന്നെ അതുപോലെ തന്നെ ഈവൻ ഫസ്റ്റ് അഫോറിസം പോലും നമുക്ക് അറിഞ്ഞാന്നുള്ളതാണ്. എന്താ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ടു ക്യൂർ എന്ന വാക്ക് ഉപയോഗിച്ച്, ചുമ്മാ ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ചിരിക്കുകയല്ല. അപ്പൊ അത് അറിഞ്ഞുകൂടാതെയാണ് ഹനുമാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മരുന്ന് കൊടുക്കാനല്ല പറഞ്ഞത്, ക്യൂർ ചെയ്യാനാണ് പറഞ്ഞത്. എന്താ ക്യൂർ? അത് മനോജ് ഷോർട്ട് ഡോക്ടറെ, ചോദിച്ചെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ മനോജ് ഇവിടെ ഡോക്ടറെ, പ്രശ്നം അതാണ്. ഒരു പോയിന്റ് ഞാൻ ആഡ് ചെയ്തോട്ടെ. അത് പറഞ്ഞോ. എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞൊരു കാര്യമാണ്, എന്ന് പറഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആണെന്ന്. നമ്മൾ സിംഗിൾ മെഡിസിൻ കൊടുത്ത് ഒരു രോഗിനെ ചികിത്സിച്ചു കഴിഞ്ഞാൽ കുറെ നാളെന്ന് വെച്ചാൽ അവർക്ക് പിന്നെ അസുഖം ഉണ്ടാവില്ല, അവര് നമ്മുടെ അടുക്കേ വരില്ല എന്നുള്ള കാര്യം. നമ്മളപ്പോ ഈച്ചയായിട്ട് ഇരിക്കേണ്ടി വരും എന്നുള്ള കാര്യം. ഇതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കണ്ട? അതൊന്നും ശ്രദ്ധിക്കേണ്ടായാലും നമ്മൾ മുമ്പോട്ട് പലതും പറയും. പിന്നെ അതിൽ അതുപോലെ അഞ്ജിത അതുപോലെ ഡോക്ടർ ഒന്നും ചെയ്യുക, അഞ്ജിത ഡോക്ടർക്ക് കിട്ടിയ അറിവനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇത്ര പലരുടെ അഭിപ്രായങ്ങളും നോക്കി അതിലേക്കൊന്നും വീണു പോകേണ്ട ആവശ്യമില്ല. കിട്ടിയതനുസരിച്ച് മുന്നോട്ട് മാറില്ല. പോകും. ഞാൻ എന്റെ ഡോക്ടേഴ്സിന് ഇനി പറഞ്ഞ ഞാൻ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്, ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ്. അതിനെ നമ്മൾ ഒരിക്കലും ഇതായിട്ട് പറയരുത്. കാരണം വ്യൂസിനെ അവരുടെ ഫിലോസഫിനെ ഞാൻ ഒരിക്കലും ഒരിക്കലും നമ്മൾ ഇതായിട്ടില്ല. ഇതുപോലെ ഭയങ്കര ത്രില്ലിലാണ്, വേറെ ഇതുപോലെ ത്രില്ലിലാണ് നമ്മളും ഒക്കെ സിംഗിളിലൊക്കെ തുടങ്ങിയത്. അത് ഓരോ അനുഭവങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഓരോ കാര്യങ്ങൾ പഠിച്ചോളും ഇപ്പോൾ ഞാൻ കേട്ടോ. പറഞ്ഞ് പൂർത്തിയാക്കിയില്ല. നമ്മൾ ചർച്ചകൾക്ക് എപ്പോഴും വ്യക്തിപരമായ കാര്യങ്ങളല്ല പറയേണ്ടത്, ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങളാണ് എപ്പോഴും പറയേണ്ടത്. അപ്പൊ നേരത്തെ ഈ ക്യൂറിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് ഈ കൗൺസിലിംഗ് മറ്റു കാര്യങ്ങളും. ട്രൂ ക്രോണിക് ഡിസീസിനെ കുറിച്ച് 206 ഫുട് നോട്ടിൽ പറഞ്ഞു. ഡോക്ടർ അഞ്ജലിക്ക് ഒരു ഓർമ്മ ഉണ്ടാവും. അതിൽ പറയുന്നതാണ് ഈ പറയുന്ന ദീസ് സോ കോൾഡ് എക്സൈറ്റിംഗ് കോസസ് വിൽ നോട്ട് കോസ് എ ക്രോണിക് ഡിസീസ് ആൻഡ് കണ്ടിന്യൂ ഫോർ ഇയർ ബൈ ഇയർ ആൻഡ് ഡെവലപ്പ്. ഈ 3 കണ്ടീഷനോടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ അല്ലാതെ ഉള്ള അസുഖങ്ങൾ ഉണ്ടാകാം. അതിനെ നമ്മൾ ഇപ്പൊ തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ പറയുന്നു ഞാൻ ഇത് കുറഞ്ഞുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഹനുമാന്റെ മയാസ്മരിക് തിയറി തെറ്റാണെന്ന് പറയണ്ടേ? അപ്പൊ ആ മയാസ്മരിക് തിയറി നമ്മൾ ഒരു പ്രശ്നം എന്താണ്, ഈ ചില കാര്യങ്ങൾ ശരിയാകുമ്പോൾ അത് എന്റെ മിടുക്ക്, തെറ്റിയ ഹനുമാന്റെ കുഴപ്പമെന്ന് പറയും, ഹോമിയോപ്പതി കുഴപ്പമെന്ന് പറയും. അപ്പം അത് ഈ ആക്സസ് ഡൺഹാം മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയില്ല, പേഴ്സണൽ കാര്യങ്ങളെ പറയാം. ഡൺഹാം പറഞ്ഞിട്ടുള്ളത് എന്താണ്? Those lose no opportunities to fish from her storehouse at the same time openly revealing her. അതായത് സൗകര്യം പോലെ ഹോമിയോപ്പതി ഉപയോഗിച്ച് ഗുണം ഉണ്ടാക്കുകയും ചെയ്യും, നേരെ മറിച്ച് ഹോമിയോപ്പതിയെ പരസ്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും. അപ്പൊ ഇത് ആരുടെ കുഴപ്പമല്ല, നമ്മുടെ സിലബസിന്റെ പ്രശ്നമാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, വളരെ വളരെ എന്താ പറയാൻ ഒരുപാട് ഡെപ്തുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ അവസരം ഉണ്ടാവുന്നില്ല, സമയം നമ്മൾ പഠിക്കുന്നില്ല, ഉഴപ്പുന്നു. അത് തന്നെയാണ് കാരണം, അല്ല വേറെ ഒന്നുമല്ല. ഓക്കെ, താങ്ക് യു. നന്ദി മനോജ് ഡോക്ടർ. ഇനി നമുക്ക് 4 മിനിറ്റാണുള്ളത്. ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. നല്ലൊരു ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. ഇതിൽ നിന്ന് പല അനുഭവങ്ങളും നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇതുപോലെയുള്ള മുമ്പോട്ട് നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ കിട്ടുന്നത് നല്ലതായിരിക്കും. ധനേഷ് ഡോക്ടർ പ്രത്യേകിച്ചും ഗസ്റ്റ് ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ളൊരു വിഷയത്തിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും എന്ന് ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും നാളത്തെ നമ്മളുടെ ദിവസത്തെക്കുറിച്ച് പ്രത്യേകം ഒന്നുകൂടി പറയുകയാണ്. ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ 2000 ദിവസം പൂർത്തിയാക്കുകയാണ്. വളരെ വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് നമ്മളുടെ IFPH നടക്കുന്നത്. നാളെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് റിട്ടയർഡ് ജസ്റ്റിസ് ഹരിഹരൻ നായർ സാറാണ്. അതുപോലെ ആശംസകൾ അർപ്പിക്കാൻ വരുന്നത് വിവിധ സിസ്റ്റത്തിൽ നിന്നുള്ള ഡോക്ടേഴ്സ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് ആദ്യം ഡോക്ടർ സോനിഷ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരവും, ഡോക്ടർ ഷൈജു KS സീനിയർ സ്പെഷ്യലിസ്റ്റ് ഗവൺമെൻറ് യോഗ പ്രകൃതി ചികിത്സാ ആശുപത്രി വർക്കല, ഡോക്ടർ ഷർമത് ഖാൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഗവൺമെൻറ് ജില്ലാ ആയുർവേദ ആശുപത്രി വർക്കല. അങ്ങനെ 3 സിസ്റ്റത്തിൽ നിന്നുള്ള ഡോക്ടേഴ്സാണ് നമ്മുടെ 2000 ദിവസ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാവരും നാളത്തെ ദിവസവും വരണം. നമ്മളുടെ ഈ ഒരു നല്ലൊരു ആഘോഷമാക്കി തീർക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ സമയം സ്റ്റുഡൻസും എല്ലാ ഡോക്ടേഴ്സും നാളത്തെ പരിപാടി ഏറ്റവും ഭംഗീരമായ രീതിയിൽ നല്ല രീതിയിൽ നടത്താനായിട്ട് ആളുകളെ
വിളിച്ചു കൊണ്ടുവരണം, പങ്കെടുപ്പിക്കണം. അത് നമ്മൾ ഇത്രയും 2000 ദിവസം ഇടതടവില്ലാതെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഡെഡിക്കേറ്റഡായിട്ട് പ്രവർത്തിച്ചവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു ആദരവ് കൂടിയാണ്. അവർ ഈ നമ്മുടെ സിസ്റ്റം ലോകത്ത് വളരാനും നിലനിൽക്കാനും ഏറ്റവും നല്ല രീതിയിൽ ആക്കി തീർക്കാനും വേണ്ടി അവരുടെ ജീവിതത്തിൻ്റെ ഒരു സമർപ്പണമാണ് ഈ കാണുന്നത് നമ്മൾ. അപ്പോൾ 2000 ദിവസം എന്ന് കേൾക്കുമ്പോൾ എത്ര പേര് അതിശയം വിചാരിക്കുന്നു. 2000 ദിവസം ഒരു ദിവസം പോലും വിടാതെ നമ്മൾ ഒരു സമർപ്പിതരായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ലോകത്തിലെ ഒരു ക്രീം ഓഫ് ഹോമിയോപ്പതി ഡോക്ടേഴ്സാണ്. വി ക്യാൻ ബി പ്രൗഡ് ഓഫ് അവർ സെൽഫ്. അപ്പോൾ ആ പ്രൗഡിനെസ് നമ്മൾ മറ്റുള്ളവരിലോട് എത്തിക്കാനായിട്ട് ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ എന്ത് പ്രയോജനം ഉണ്ടെന്ന ഡിസ്കഷൻസാണ് ഇവരെ നടക്കുന്നത്. എത്ര പേരെ നമുക്ക് ഇൻസ്പയർ ആക്കാൻ പറ്റും. അപ്പോൾ ആ ഇൻസ്പയറേഷൻ കൊടുക്കുന്നതിന് അവരെ ഇവിടേക്ക് എത്തിക്കണം. അവരെല്ലാം ഇപ്പം നമ്മളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളൊരു വേദി പോലും ഇല്ലായിരുന്നു. നമ്മളൊക്കെ ഇങ്ങനെ വേദി ഉണ്ടാക്കാൻ പാടിപ്പെട്ട് വളരെപ്പോഴും പല പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ കൂടെ വരെ കടന്നുപോയി പാടുപെട്ട് ഒക്കെ ചെയ്തേക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കാൻ നമ്മളെന്നെ പോലുള്ളവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയതും ദൈവാനുഗ്രഹം ഉണ്ടായതും. അപ്പോൾ നമ്മൾ ഈ ഇൻസ്പയർ ചെയ്ത് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ധനേഷ് ഡോക്ടറും മനോജ് ഡോക്ടറും അറിയാമ്മ ഡോക്ടറും ശൈല ഡോക്ടറും തുടങ്ങി എത്രയോ പേര്, നമ്മുടെ അനിൽ ഡോക്ടർ, നമ്മുടെ ഹ്യൂബർട്ട് ഡോക്ടർ തുടങ്ങി എത്രയോ പേര് ഇതിൻ്റെ പിന്നിൽ രാപകലില്ലാതെ അധ്വാനിക്കുന്നതുകൊണ്ടാണ് നിലനിൽക്കണതെന്നറിയോ. ഇപ്പം ഞാനൊക്കെ തുടക്കത്തിൽ ഒരു 14 ദിവസം ഇതിൻ്റെ കൂടെ തുടരുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ മാറിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥയൊക്കെ മൊത്തം മാറി. മലയാളം സെക്ഷനിലൊക്കെ ഇതുമാതിരി വളരെ റെയറായിട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റാറുള്ളൂ. പക്ഷേ ആ സമയത്ത് ഞാൻ ഫിലിപ്പീൻസിലാണ്. ഫിലിപ്പീൻസിൽ ഇപ്പോൾ വെളുപ്പിന് 1 മണിയായി. ഇനി ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റുള്ളൂ. മൈൻഡ് ആക്റ്റീവായിട്ട് വെച്ചിട്ട് ഇനി എനിക്ക് കാം ഡൗൺ ആയി ഞാൻ ഉറങ്ങുമ്പോഴത്തേക്കും ചിലപ്പോൾ 2:30-3 ആവും. അതിനുശേഷം പിന്നെ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് പിന്നെ ഒരു പകുതി ബോധത്തിലായിരിക്കും. പിന്നെ അത് നമുക്ക് അങ്ങനെ പറ്റില്ലാത്തതുകൊണ്ടാണ് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഡോക്ടറെ ചില സമയം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഡോക്ടറെ. ഇതിൻ്റെ അകത്ത് പ്രിയ പറയേണ്ട ഡോക്ടറെ, കാര്യങ്ങൾ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയണമല്ലോ. അപ്പോൾ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്ത ഒരു സംഗതിക്ക് നമുക്കുടെ ഇൻസ്പിറേഷനും നമ്മുടെ ആ പ്രചോദനവും ഒക്കെ പങ്കുവെക്കേണ്ടതുള്ളതുകൊണ്ടാണ് ഈ ഉറക്കം തെളിഞ്ഞിരിക്കുന്നത്. അപ്പം നാളത്തെ പരിപാടി ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാവരും മാക്സിമം പേരെ പങ്കെടുപ്പിക്കാൻ പരമാവധി ശ്രമിക്കണമെന്ന് പ്രത്യേകിച്ച് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുള്ളവരോട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡോക്ടേഴ്സിനോടും പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യാണ്. നാളെ വരുന്ന ഗസ്റ്റിന് ഏറ്റവും പരമാവധി ശ്രോതാക്കളെ എത്തിക്കാനും നമ്മൾ നല്ലൊരു ആഘോഷമായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മഹാമനസ്കർക്ക് നമ്മൾ ഒരു 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 അഭിനന്ദന പൂച്ചെണ്ടുകളായിട്ട് ഇന്ന് നാളത്തെ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് മാക്സിമം പേരെ പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിനെല്ലാവരും ഒത്തൊരുമിക്ക് ശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. As a vice നന്ദി president of this നന്ദി organization. ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഡോക്ടർ അഞ്ജിത കാണിച്ച ഈ ഒരു ധൈര്യം ഉണ്ടല്ലോ ഈ കേസ് അവതരിപ്പിക്കാൻ, ഇതുപോലെ എല്ലാവരും കാണിക്കണമെന്ന് ഒരു അഭ്യർത്ഥനയാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ നാളെ എല്ലാവരും ഈ മലയാളത്തിൽ മാത്രമായിട്ട് കയറാതിരിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾ ഇംഗ്ലീഷിന്റെ സമയത്തൂടെ ഒന്ന് മൊബൈൽ ഓപ്പൺ ചെയ്തിരിക്കണം. കാരണം അത് കേട്ടില്ലേലും അതൊന്ന് ഓപ്പൺ ചെയ്തിരിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. കാരണം ഇംഗ്ലീഷിൽ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാർ വരുന്നതാണ്. അപ്പൊ നമ്മൾ 15 പേര് വെച്ച് പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ വിളിച്ച ആളെന്നുള്ളത് നമ്മുടെ തൊലി ഉരിയുന്ന ഒരു സംഭവമായിട്ട് മാറും. അതുകൊണ്ട് എല്ലാവരും നമ്മളെ ഷട്ടിട്ട് കാണാൻ തന്നെ ആഗ്രഹിക്കണം എന്ന ഒരു അഭ്യർത്ഥനയാണ് നമുക്കുള്ളത്. നന്ദി ധനേഷ് ഡോക്ടർ പറഞ്ഞ പോലെ നമ്മളുടെ 2000 ദിവസത്തിന്റെ ഇംഗ്ലീഷ് പരിപാടിയിലും മലയാളം പരിപാടിയിലും എല്ലാവരും തന്നെ കാണണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നിന്ന് നമ്മളുടെ ഈ ഒരു പ്രത്യേക സൂം, അതായത് അനുഭവങ്ങൾ പങ്കുവെക്കാം എന്നുള്ള ഒരു വെബിനാർ വളരെ ഭംഗിയായി അതിൽ പങ്കെടുത്ത ധനേഷ് ഡോക്ടർ, രമാദേവി അമ്പാദി ഡോക്ടർ, മനോജ് ഡോക്ടർ, ഷാജി കുടിയാർ ഡോക്ടർ, ഏറ്റവും പ്രായം കുറഞ്ഞ എക്സ്പീരിയൻസ് കുറഞ്ഞെങ്കിലും വളരെ ധൈര്യത്തോടെ നമ്മളുടെ അനുഭവങ്ങൾ പങ്കുവെച്ച അഞ്ജിത ഡോക്ടർ, എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മളുടെ ചരിത്ര സംഭവമായ 1999 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും ശുഭരാത്രി. 2000 ദിവസം നമുക്ക് ഒരുമിച്ച് കാണാം എന്ന പ്രതീക്ഷയോടെ നന്ദി.